ഇപ്പോൾ 7:15 മണിയേ ആയിട്ടുള്ളൂ. 9:30 വരെയാണ് യോഗം. നമ്മൾ ന്യൂസിലൻഡിലാണ് താമസിക്കുന്നതെങ്കിലും മലയാളികളാണ്. നമ്മുടെ പാരമ്പര്യമൊന്നും നമുക്ക് കളയാൻ പറ്റില്ല. 9:30ക്കും ആരെങ്കിലുമൊക്കെ വരും. അതെനിക്ക് വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഞാൻ വലിയൊരു ക്രൗഡ് കാത്തിരിക്കുന്നില്ല. സമയത്ത് ശുശ്രൂഷ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് കർത്താവ് യേശു മിശിഹായുടെ തിരുവചനത്തിൽ നിന്ന് പഠിക്കേണ്ടതിനായി വേർതിരിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്നുള്ള ഒരു വേദഭാഗമാണ്. ശുദ്ധമുള്ള മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാസുവിശേഷത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 12 തിരുവചനങ്ങൾ അച്ഛൻ വായിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കണം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രതപ്പെടുത്താം. അത്യുന്നതൻ്റെ പാദപീഠത്തിൽ വിനയത്തോടെ ഇരുന്ന് അവിടുത്തെ ദിവ്യശബ്ദത്തിന് കാതു കൊടുക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ മശിഹ തമ്പുരാനെ, നിന്റെ മക്കളോട് മനസ്സലിവ് തോന്നണമേ. തമ്പുരാനെ, ഞങ്ങളിന്ന് രാത്രി ഞങ്ങളുടെ യോഗ്യത കൊണ്ട് ഇവിടെ വന്നതല്ല, കൃപയാൽ നീ ഞങ്ങളെ കൊണ്ടുവന്നതാണ്. കർത്താവെ, ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങളുടെ മശിഹായുടെ പാദപീഠത്തിലാണ്. ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ. നാഥ, ഞങ്ങളുടെ കുറവുകൾ നിനക്കറിയാം. ഞങ്ങളുടെ സ്വഭാവത്തിലെ വൈകൃതങ്ങൾ നിനക്കറിയാം. ഞങ്ങളുടെ അഹന്തയുടെ ആഴം എത്രയും വലുതാണെന്ന് നിനക്കറിയാം. ഞങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ എത്ര കളങ്കപ്പെട്ടിട്ടുള്ളവരാണെന്ന് നിനക്കറിയാം. ഞങ്ങളുടെ ഉള്ളിൻ്റെ നില നിനക്ക് നന്നായിട്ടറിയാം. ഈ രാത്രി ഞങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായും വ്യക്തമായും അവിടുന്ന് സംസാരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സഹിച്ച പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ കൊണ്ടുവരുന്ന ദിനങ്ങളാണല്ലോ. വിനയത്തോടെ ഇരിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ദൈവം, ഇതൊരു കൊച്ചുകൂട്ടമാണ്, നിനക്കറിയാം. അത്ഭുതകരമായി കൃപ വ്യാപരിക്കണമേ. ദൈവമേ, ഞങ്ങൾ ഇരിക്കുന്ന ഈ ആലയത്തിന് മുകളിൽ ഇപ്പോൾ സ്വർഗം തുറന്നു വയ്ക്കണമേ. സ്വർഗദൂതന്മാരിവിടെ ഇറങ്ങുകയും കയറുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ശക്തമായി ഇവിടെ പരിലസിക്കണമേ. തീമഴ പോലെ തിരുവചനം പെയ്തിറങ്ങണമേ. എഴുന്നേറ്റ് നിൽക്കുന്ന നിന്റെ ദാസൻ ബലഹീനനല്ലോ, ശക്തീകരിക്കണമേ. ദൈവമേ, അടിയൻ്റെ ബലഹീനതയിൽ അവിടുത്തെ കൃപ തികഞ്ഞു വരണമേ. അടിയനെ ഈ ജനം കാണാതെ കർത്താവ് എഴുന്നള്ളി അടിയൻ്റെ മുൻപിൽ നിൽക്കണമേ. അടിയൻ്റെ ശബ്ദം ഈ ജനം കേൾക്കാതെ സ്വർഗത്തിൽ നിന്ന് സംസാരിക്കണമേ. അന്തരീക്ഷം മുഴുവനും അവിടുത്തെ നിയന്ത്രണത്തിലിരിക്കണമേ. ദൈവമേ, താഴ്ത്തി ഞങ്ങളെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവ്, മഹത്വം എടുക്കണം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണെന്ന് ഞാൻ മനഃപൂർവ്വം വിചാരിക്കുകയാണ്. ഈ വേദഭാഗം വായിച്ചിട്ടില്ലാത്തവരാരും ഇന്നിവിടെ വന്ന് കാണുകയില്ല. ഒരുപാട് വട്ടം വായിച്ചിട്ടുള്ള, കേട്ടിട്ടുള്ള, പഠിച്ചിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള, ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചു കേട്ടത്. നമ്മുടെ കർത്താവ് യേശു മിശിഹാ ഈ ഭൂമിയിൽ തൻ്റെ പരസ്യവേലയുടെ പ്രാരംഭ നാളിൽ താൻ സ്ഥാപിക്കുവാൻ പോകുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഗിരിപ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ യേശു പറഞ്ഞു തുടങ്ങിയ വചനങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ദൈവരാജ്യത്തിൻ്റെ മാഗ്ന കാർട്ട എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്.
ഇത് കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത് ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ടാണ്. അഷ്ടഭാഗ്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണം ആരംഭിക്കുന്നത്. ആരാണ് ഭാഗ്യവാനെന്ന് ആധുനിക ലോകത്തെ ആളുകളോട് ചോദിച്ചാൽ, ഭാഗ്യവാനായ ഒരാളെക്കുറിച്ച് നമ്മുടെ ചിന്തയിൽ ചില ചിത്രങ്ങളുണ്ട്, ചില സങ്കല്പങ്ങളുണ്ട്. അച്ഛൻ അതേക്കുറിച്ച് ഇങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സ്വന്തമായി ഒന്നുമില്ലാത്ത ഒരാൾ എന്തെങ്കിലുമുള്ള ഒരാളെ നോക്കി പറയും അയാൾ ഭാഗ്യവാനാണെന്ന്. സ്വന്തമായൊരു വീടില്ലാത്തയാൾ വീടുള്ള ഒരാളെ നോക്കി പറയും അയാൾ ഭാഗ്യവാനാണെന്ന്. സ്വന്തമായൊരു വാഹനമില്ലാത്തയാൾ വാഹനമുള്ള ഒരാളെ നോക്കി പറയും അയാൾ ഭാഗ്യവാനാണെന്ന്. ചെറ്റക്കുടിലിൽ താമസിക്കുന്ന ഒരാൾ കൊട്ടാരവാസിയെ നോക്കി പറയും അവൻ ഭാഗ്യവാനാണെന്ന്. പ്രിയപ്പെട്ടവരെ, സ്വന്തമായി ജോലിയില്ലാത്തവർ ജോലിയുള്ളവരെ നോക്കി പറയും അവർ ഭാഗ്യമുള്ളവരാണെന്ന്. ഇനി പ്രൈവറ്റ് കമ്പനിയിൽ 18 മണിക്കൂർ പണിയെടുത്തിട്ടും തുച്ഛമായി ശമ്പളം കിട്ടുന്ന ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥനെ നോക്കി പറയും അവൻ ഭാഗ്യവാനാണെന്ന്. കാരണവും കൂടെ പറയും, ഞാൻ 18 മണിക്കൂർ പണിയെടുത്തിട്ടും എനിക്ക് തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നത്, അവൻ പണിയൊട്ട് എടുക്കുകയും വേണ്ട, ശമ്പളവും കിട്ടും, പിന്നെ കിമ്പളവും കിട്ടുമെന്ന്. നിങ്ങൾ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല. ദൈവമക്കളെ, സ്വദേശത്ത് ജോലിയുള്ളവർ വിദേശത്ത് ജോലിയുള്ളവരെ നോക്കി പറയും അവർ ഭാഗ്യമുള്ളവരാണെന്ന്. സ്വന്തമായി ബിസിനസ്സോ വരുമാനമോ ഇല്ലാത്തവർ ബിസിനസ് ഉള്ളവരെ നോക്കി പറയും അവർ ഭാഗ്യവാന്മാരാണെന്ന്. കുടിയനും ഇടിയനുമായ ഭർത്താവുള്ള ഒരു ഭാര്യ സൽസ്വഭാവിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയെ നോക്കി പറയും അവൾ ഭാഗ്യവതിയാണെന്ന്. കാരണം ഇതാണ്, അവൾക്ക് നല്ല സ്വഭാവമുള്ളൊരു ഭർത്താവുണ്ടല്ലോ. ഇനിയും പ്രിയപ്പെട്ടവരെ, അല്പം കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ നോക്കി, അല്ലെങ്കിൽ ആകർഷകത്വമുണ്ടെന്ന് തോന്നുന്ന ഒരു സ്ത്രീയെ നോക്കി, വലിയ ആകർഷകത്വമൊന്നും ഇല്ലെന്ന് സ്വയം തോന്നുന്ന ഒരു സ്ത്രീ പറയും അവൾ ഭാഗ്യവതിയാണ്, എന്തുകൊണ്ടെന്നാൽ സുന്ദരിയാണല്ലോ. ഇങ്ങനെ ഭാഗ്യവാന്മാരെയും ഭാഗ്യവതികളെയും അളന്നെടുക്കാൻ നമ്മുടെ കയ്യിൽ അളവുകോലുകൾ ഒരുപാടുണ്ട്. ഒരുപാട് വട്ടം ഒരുപാട് പേരെ അളന്നു വെച്ചിട്ടുള്ളവരാണ് നമ്മൾ. പറഞ്ഞു വരുമ്പോഴെല്ലാം നമ്മൾ നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാണ് പെടാറുള്ളതും. എന്നാൽ ഇവിടെ ശരിയായ ഭാഗ്യവാനാരാണെന്ന് യേശുക്രിസ്തു പറയുന്നതാണ് ഇന്നത്തെ പ്രമേയം. ഭാഗ്യവാനാരാണെന്ന് വേദപുസ്തകത്തിൽ ഒരുപാടിടങ്ങളിൽ വരച്ചിട്ടിട്ടുണ്ട്. പക്ഷെ ദൈവമക്കളത് വേണ്ടവണ്ണം മനനം ചെയ്തിട്ടില്ല. സങ്കീർത്തനങ്ങളിലെ ഭാഗ്യവാന്മാർ എന്നൊരു പരമ്പര തന്നെ 6 വർഷം മുമ്പ് ടെലിവിഷൻ ചാനലിലൂടെ അച്ഛൻ പ്രസംഗിച്ചു. സങ്കീർത്തനങ്ങളിലെ ഭാഗ്യവാന്മാരെ അവതരിപ്പിച്ച് 15 പ്രസംഗങ്ങൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. 32ാമത്തെ സങ്കീർത്തനം പറഞ്ഞു തുടങ്ങുന്നത് തൻ്റെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. വീണ്ടും പറയുന്നു, കർത്താവ് അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 128ാം സങ്കീർത്തനം പറയുന്നത് കർത്താവിനെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഇങ്ങനെ ഭാഗ്യവാന്മാരെ കുറിച്ച് സങ്കീർത്തകൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്നാൽ സങ്കീർത്തനങ്ങളുടെ നാഥനായ നമ്മുടെ പൊന്നുതമ്പുരാൻ, സർവ്വലോകത്തിൻ്റെയും അധിപതിയായ നമ്മുടെ പൊന്നുതമ്പുരാൻ, ഈ ലോകത്ത് കാണുന്ന സകല ചരാചരങ്ങളുടെയും ഉടയവനും നിയന്ത്രേതാവും പരിപാലകനും അവകാശിയും ഉത്തരവാദിയുമായ നമ്മുടെ പൊന്നുതമ്പുരാൻ ഭാഗ്യവാനാരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. അഷ്ടഭാഗ്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് യേശു തൻ്റെ പ്രഭാഷണം തുടങ്ങുന്നത്. അഷ്ടമെന്നാൽ 8 എന്ന് തിരിച്ചറിയണം. ഞാനിവിടെ ബേബിച്ചായനെ കണ്ടപ്പോൾ എൻ്റെ ഉള്ള് പെട്ടെന്നൊന്ന് കുളിർത്തു. പ്രിയപ്പെട്ടവരെ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച്, ബേബിച്ചായൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് വിശുദ്ധ നാടുകളിലൂടെ സഞ്ചരിച്ച ഓർമ്മ എൻ്റെ മനസ്സിൽ ഓടിയെത്തുകയായിരുന്നു. താബ്ഗ മലയുടെ ചെരുവിൽ തിബിരിയോസ് കടലിൻ്റെ തീരത്ത് മനോഹരമായൊരു പള്ളി അഷ്ടകോണാകൃതിയിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഈ പള്ളി ഏതാണ്ട് അതിനോടൊക്കെ ഒന്ന് ചേർന്ന് വരാവുന്നതാണ്. അഷ്ടകോണാകൃതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ മനോഹരമായ ദൈവാലയം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം ഉൾപ്പെടുന്ന പ്രസംഗം യേശു എവിടെ നിന്നാണോ പറഞ്ഞത് ആ സ്ഥലത്താണ് ആ പള്ളി ഇരിക്കുന്നത്. അഷ്ടഭാഗ്യങ്ങളുടെ പള്ളി എന്നാണ് ആ പള്ളി അറിയപ്പെടുന്നത്. അഷ്ടകോണാകൃതിയിലാണ് ആ പള്ളി പണിതിട്ടുള്ളത്. ആ പള്ളിയുടെ 8 കോണുകളിലും ഈ വാക്യങ്ങൾ ഓരോന്നും ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്. ആ പള്ളിയിൽ ഞാൻ 5 പ്രാവശ്യം സന്ദർശനം നടത്തുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. 5 പ്രാവശ്യവും ആ പള്ളിയിൽ നിന്ന് ഈ വേദഭാഗം വായിക്കാനും അത് സംബന്ധിച്ച് സംസാരിക്കാനും പ്രസംഗിക്കാനും പ്രാർത്ഥിക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി.
ഈ സ്ഥലം ഇന്നും അവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഭാഗ്യവാനാരെന്ന് ഉത്തരം പറയുകയാണ്. ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സൽഗുണസമ്പൂർണനായ ദൈവത്തോട് ചെന്നു ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിങ്കലേക്കുള്ള പ്രയാണമാണ് ക്രൈസ്തവ ജീവിതം. ഈ പ്രയാണമാർഗത്തിൽ ഒരു ദൈവ പൈതൽ അനുശാസിക്കേണ്ട പ്രമാണങ്ങളാണ് യേശു പ്രസംഗിച്ചു തുടങ്ങിയത്. യേശുക്രിസ്തു അത് പഠിപ്പിക്കുമ്പോൾ കഷ്ടതകളുടെ, ദുരിതത്തിൻ്റെ, പ്രയാസങ്ങളുടെ, സംഘർഷങ്ങളുടെ മധ്യത്തിലൂടെ ഈ ഭൂമുഖത്ത് പ്രയാണം ചെയ്യുന്നൊരു ദൈവ പൈതൽ എത്തി നിൽക്കേണ്ടിടത്തെത്തുവോളം അനുഷ്ഠിക്കേണ്ട പ്രമാണങ്ങളാണ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്. അതിൻ്റെ ആരംഭഭാഗ്യത്തെ ഈ ഭാഗത്തെ ഈ 8 വചനങ്ങൾക്ക് ഒരുപാട് ആഴമുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാനത് വായിച്ച് ധ്യാനിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അമ്പരപ്പ് തോന്നിയിട്ടുണ്ട്. ഞാനത് ഇന്ന് രാത്രി നിങ്ങളോടുകൂടെ പങ്കിടാൻ ദൈവത്തിൽ ആശിക്കുകയാണ്. ആരാണ് ഭാഗ്യവാൻ? അഷ്ടഭാഗ്യങ്ങളിൽ ഒന്നാമത്തേത് ഇങ്ങനെയാണ് യേശു പറഞ്ഞത്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടും? അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവർക്കുള്ളതാണ് സ്വർഗരാജ്യം. ഇത് കുറെ കൂടെ വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ ഭാഗത്തെ ഇങ്ങനെ ചിന്തിക്കണം: ആരാണ് സ്വർഗം സ്വന്തമാക്കുക? അല്ലെങ്കിൽ സ്വർഗം ആർക്കാണ് അവകാശമായി തീരുക? ഉത്തരം: ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർക്ക് ഉള്ളതാണ് സ്വർഗം. ഹല്ലേലൂയ! മനസ്സിലാക്കുക, ഇത് സമ്പന്നർക്കുള്ളതല്ല, ഇത് ദരിദ്രർക്കുള്ളതാണ്. സ്വർഗം സമ്പന്നർക്ക് കൊടുക്കാൻ വെച്ചിട്ടുള്ളതല്ല, ദരിദ്രർക്ക് കൊടുക്കാൻ വെച്ചിട്ടുള്ളതാണ്. ദാരിദ്ര്യത്തെക്കുറിച്ച് യേശു പറഞ്ഞ വാക്ക് ഓർക്കണം: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പോൾ വേണ്ടിയിരിക്കുന്നത് ആത്മാവിലെ ദാരിദ്ര്യമാണ്. നാം ആഹാരത്തിന് വേണ്ടി ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, ഒരുപക്ഷെ സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, സ്നേഹത്തിന് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, ഒരിറ്റ് കരുണയ്ക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, ഒരു പരിഗണനയ്ക്ക് വേണ്ടി ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളും ഒരുപക്ഷെ കണ്ടേക്കാം. പക്ഷെ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഈ ആത്മാവിലെ ദാരിദ്ര്യം? ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നാലേ മനസ്സിലാവുകയുള്ളൂ. ഇതൊരു പ്രസംഗം എന്ന നിലയിലല്ല, ഇതൊരു ക്ലാസ് എന്ന നിലയിൽ കൂടെ നിങ്ങൾ കാണണം. എന്താണ് ഈ ആത്മാവിലെ ദാരിദ്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇങ്ങനെ മനസ്സിലാക്കുക: നമ്മുടെ ഹൃദയങ്ങളിലെ അഹങ്കാരത്തെ, അർത്ഥാൽ ഞാനെന്ന ഭാവത്തെ വേരോടെ പിഴുത് തുടച്ചു നീക്കി ദൈവത്തിൽ ഒരു മനുഷ്യൻ തന്നെ പൂർണ്ണമായും ആശ്രയിക്കാൻ ഏൽപ്പിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമോ? എന്നിലെ ഞാനെന്ന ഭാവത്തെ അഥവാ എൻ്റെ അഹങ്കാരത്തെ വേരോടെ പിഴുത് പുറത്തു കളഞ്ഞിട്ട് ഞാനിവിടെ ഇല്ല, എനിക്ക് സ്വന്തമായി ഒന്നുമില്ല, ഞാനെന്ന ഭാവം എന്നിലില്ല, ഞാൻ നിൽക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, സ്വർഗമെന്നെ നിർത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമായ പൊന്നു തമ്പുരാനെ, നീയില്ലെങ്കിൽ ഞാനില്ല, അതുകൊണ്ട് എൻ്റെ നിൽപ്പ് നിന്നിലാണ്, എൻ്റെ ബലം നീയാണ്, എൻ്റെ ശക്തി നീയാണ്, ഞാൻ ഒന്നുമല്ല എന്ന് സ്വയം സമ്മതിച്ച് ദൈവത്തിൽ ഒരു മനുഷ്യൻ സമ്പൂർണമായും സമർപ്പണം ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ! ദൈവമക്കളെ, ഇനി ശ്രദ്ധിക്കുക. സ്വന്തമായി എന്തെങ്കിലും കഴിവുണ്ടെന്ന് അഭിമാനിക്കുന്ന ഏതൊരാളും ആശ്രയിക്കുന്നത് തൻ്റെ കഴിവിലായിരിക്കും. സ്വന്തമായി എനിക്കൊരു കഴിവുമില്ലെന്ന് സമ്മതിക്കുന്ന ഒരാൾ നിശ്ചയമായിട്ടും ആശ്രയിക്കുന്നത് ദൈവത്തിലായിരിക്കും. നിർഭാഗ്യാവശാൽ എൻ്റെ കുഴപ്പമെന്താണ്? എനിക്ക് എന്തൊക്കെയോ ഒരുപാട് കഴിവുകളുണ്ടെന്ന്, വാക്സാമർഥ്യമുണ്ടെന്ന്, അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുണ്ടെന്ന്, ആരെയും പിടിച്ചു നിർത്താനുള്ള ശക്തിയുണ്ടെന്നുള്ള ഒരഹന്ത എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ സ്വന്തം കഴിവിലാകയാൽ ഞാൻ ഒരിക്കലും ഒരു ദരിദ്രനല്ല ദൈവം മുമ്പിൽ.
ഞാൻ എൻ്റെ കഴിവുകളിലും എൻ്റെ വരുമാനത്തിലും എൻ്റെ ശക്തിയിലും എൻ്റെ വാക്സാമർഥ്യത്തിലുമൊക്കെ സമ്പന്നനാണ്. അതുകൊണ്ട് എൻ്റെ ആശ്രയം എന്നിലും എൻ്റെ കഴിവുകളിലും എൻ്റെ ബലത്തിലുമാകുന്നു. എൻ്റെ സമ്പന്നത എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെ നഷ്ടമുള്ളവനാക്കി തീർക്കുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യന് സ്വന്തമായി എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടെങ്കിൽ ആ ആൾ അഹങ്കാരിയാണ്. ആശ്രയിക്കുന്നത് ആ വ്യക്തി തന്നിൽ തന്നെയായിരിക്കും. മറ്റൊരാളെ അംഗീകരിക്കാനോ വകവയ്ക്കാനോ ആ വ്യക്തിക്ക് കഴിയില്ല. അങ്ങനെയുള്ളവർ ദൈവത്തെ പോലും വെല്ലുവിളിക്കും. ദൈവത്തോട് പോലും അവർ മറുത്ത് സംസാരിക്കും. ഞാൻ എന്തൊക്കെയോ ആണെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ദൈവം പോലും തൻ്റെ കാഴ്ചപ്പാടിൽ വളരെ പുച്ഛിക്കപ്പെടേണ്ട എന്തോ ഒന്നാണ് എന്നൊരു ചിന്ത വരും. ദൈവമക്കളെ, സ്വയത്തോട് സംസാരിക്കേണ്ട സമയമാണിത്. ഞാനൊരു സമ്പന്നനോ ദരിദ്രനോ എന്ന് ഞാൻ എന്നോട് ചോദിക്കേണ്ട സമയമാണിത്. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരിലുമുള്ള ഒരു സ്വഭാവമാണ് ഞാനെന്ന ഭാവം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും അതുണ്ട്. നിങ്ങൾ സങ്കടപ്പെടേണ്ട, ആ കാര്യത്തിൽ നിങ്ങളെക്കാൾ സമ്പന്നനാണ് ഞാൻ. ഞാനെന്ന ഭാവം എല്ലാവരെയും ഭരിക്കുന്നു. അതൊരാളെ ഭരിക്കുന്നിടത്തോളം പ്രശ്നം ഇതാണ്: മറ്റൊരാളെയും അംഗീകരിക്കാനായിട്ട് കഴിയില്ല, മറ്റൊരാളെയും വകവയ്ക്കാനായിട്ട് കഴിയില്ല. അഹങ്കാരിണിയായ ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനെ അംഗീകരിക്കാനോ വകവയ്ക്കാനോ കീഴടങ്ങാനോ കഴിയില്ല. അഹങ്കാരിയായ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയെ ഏതെങ്കിലും വിധത്തിൽ മാനിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല. അവർ പരസ്പരം എന്നും മത്സരിച്ചു കൊണ്ടിരിക്കും. ഒരാൾ അഹങ്കാരിയും മറ്റൊരാൾ വിനയമുള്ള ഒരാളുമാണെങ്കിൽ ഒരുപക്ഷെ ഒരാൾ കീഴടങ്ങുകൊണ്ട് മറ്റൊരാൾ ജയിച്ചു എന്ന് വരും. കുടുംബം മുന്നോട്ട് പോകും. രണ്ട് അഹങ്കാരികൾ ഒരുമിച്ച് ഒരിടത്ത് താമസിക്കേണ്ടി വന്നാൽ ആ സ്ഥലത്തിൻ്റെ പേര് നരകമെന്നാണ്. ഒരിക്കലും അവർക്ക് പരസ്പരം അംഗീകരിക്കാൻ കഴിയില്ല. ദൈവമക്കളെ, സ്വയത്തോടൊന്ന് സംസാരിച്ചു നോക്കണം. നിങ്ങൾ ചില സർവേ റിപ്പോർട്ടുകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അറിയില്ല. നമ്മളൊക്കെ സംസാരിക്കുന്ന ജീവികളാണ്. ഒരു ദിവസം എന്തോരം മണിക്കൂറുകളാണ് നമ്മൾ സംസാരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഒരു സർവേ റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഏറ്റവും കുറച്ച് മാത്രം സംസാരിക്കുന്ന ശീലമുള്ള ഒരാൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 70 പ്രാവശ്യം മുതൽ 80 പ്രാവശ്യം വരെ ഞാനെന്ന വാക്ക് സ്വന്തം നാവുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ പറയുമത്രേ. ഒരു ദിവസം ഒരു മനുഷ്യൻ സ്വന്തം നാവുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉച്ചരിക്കുന്ന വാക്ക് ഞാൻ എന്ന വാക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സ്വന്തം നാവുകൊണ്ട് ഒരാൾ പറയുന്ന വാക്ക് എൻ്റെ എന്ന വാക്കാണ്. മൂന്നാമതൊരാൾ സ്വന്തം നാവുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറയുന്ന വാക്ക് എനിക്ക് എന്ന വാക്കാണ്. ഞാൻ, എൻ്റെ, എനിക്ക്. നിങ്ങളാരും അത് പരിശോധിച്ച് കാണാൻ തരമില്ല. അതിൽ നിന്നാണ് ഈ ചിന്ത വരുന്നത്. ഏറ്റവും കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരാൾ ഒരു ദിവസം 70 പ്രാവശ്യം മുതൽ 80 പ്രാവശ്യം വരെ ഞാൻ എന്ന വാക്ക് അറിഞ്ഞോ അറിയാതെയോ സ്വന്തം നാവ് കൊണ്ട് ഉച്ചരിക്കും. ഒത്തിരി സംസാരിക്കുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ ഇതിൻ്റെ നമ്പർ അങ്ങോട്ട് വർദ്ധിക്കും. ഒരുപാട് സംസാരിക്കുന്ന ശീലമുള്ള ഒരാൾ ഒരു ദിവസം 300 പ്രാവശ്യം മുതൽ 400 പ്രാവശ്യം വരെ ഞാൻ എന്ന വാക്ക് തൻ്റെ നാവ് കൊണ്ട് ഉച്ചരിക്കും എന്നാണ് സർവേ റിപ്പോർട്ട്. ഉദാഹരണം പാറേക്കരച്ചൻ ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണ്. ദൈവമക്കളെ, അപ്പോൾ ഈ ഞാനെന്ന ഭാവം നമ്മൾ അറിയാതെ നമ്മുടെ ഭാഷയിലൂടെ പുറത്തേക്ക് വരികയാണ്. അഹങ്കാരിയായൊരു മനുഷ്യന്റെ എല്ലാ വാക്കുകളിലും ഞാൻ അങ്ങനെ മുഴച്ചു നിൽക്കും. ഞാൻ ആരാന്ന് അറിയാവോ? എന്നോട് കളിക്കരുത്. ഞാൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലല്ലോ ആ കാര്യം ചെയ്തത്. അതുകൊണ്ട് അത് ഞാൻ നശിപ്പിക്കും. ഞാനില്ലാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. എന്നെ നിങ്ങൾ വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ല. പലതുമൊക്കെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞാനില്ലാതെ ആ കാര്യം ചെയ്യാമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിച്ചേ. ഇങ്ങനെ സംസാരിക്കുന്ന ശീലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കുണ്ട്.
എൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. ഞാൻ ഇന്നു വരെ സമ്മതിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഇനി വീട്ടിലാണെങ്കിലോ ഒരാൾ പറയുന്നു, ഞാൻ തീരുമാനിച്ചതാ, ഇനി അതിനപ്പുറത്ത് ആരും തീരുമാനമൊന്നും എടുക്കണ്ട, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി, മിണ്ടിപ്പോകരുത്. ഞാൻ ആരാന്നറിയാമോ? ഞാൻ പീലാത്തോസ് അല്ല, അവൻ്റെ അപ്പനാ. പറഞ്ഞതാണ്. അതിനപ്പുറത്ത് ഒരു ഡയലോഗും ആരും പറയണ്ട. ഈ ഞാനെന്ന ഭാവമുള്ള ഒരാൾ മറ്റുള്ളവരെ അടിച്ചമർത്തി ഭരിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും പ്രക്ഷുബ്ധതകൾ ഉണ്ടാക്കും. എന്താ കാരണം? ഞാൻ അംഗീകരിക്കപ്പെടാത്തിടത്ത് ആരും സമാധാനം അനുഭവിക്കണ്ട, എൻ്റെ വാക്കിന് വിലയില്ലാത്തിടത്ത് ആരും കിടന്നുറങ്ങണ്ട, ഞാൻ മുഴച്ചു നിൽക്കാൻ സമ്മതിക്കാത്തിടത്ത് ഒരു പ്രസ്ഥാനവും നിലനിൽക്കേണ്ട, എല്ലാം ഞാൻ അങ്ങോട്ട് നശിപ്പിക്കും. ഒന്നുകിൽ ഞാൻ പറയുന്നത് എല്ലാവരും കേട്ട് കീഴടങ്ങി നിൽക്കുക, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനമേ ഞാൻ നശിപ്പിക്കും. ഈ ലഹളയുണ്ടാക്കുന്നതാരാ? വഴക്കുണ്ടാക്കുന്നതാരാ? പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാരാ? കലഹങ്ങൾ സൃഷ്ടിക്കുന്നതാരാ? ഒരേ ഒരാൾ. ആളുടെ പേര് ഹല്ലേലൂയ. ദൈവമക്കളെ കേൾക്കണം. ഞാനെന്ന ഭാവം ഉള്ളിലുള്ള ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളെ അംഗീകരിക്കാൻ കഴിയില്ല. ഞാനെന്ന ഭാവം ഉള്ളിലുള്ള ഒരാള് തൻ്റെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നു എന്നോ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നോ കണ്ടാൽ ലഹളയുണ്ടാക്കും, ബഹളമുണ്ടാക്കും, ക്ഷിപ്രകോപികളായിരിക്കും, പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറിയുടെയൊക്കെ പിന്നിലുള്ളത് ഒരേ ഒരു സംഭവമാണ്. എന്താണത്? മിണ്ടൂല. ഞാൻ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇപ്പോഴറിയണം. ഞാനൊരു വലിയ പ്രശ്നമാണ്. ഇനി അച്ഛൻ നിങ്ങളോട് പറയാം, ഈ ലോകത്ത് എന്നെ കുഴപ്പത്തിലാക്കുന്നത്, എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, എന്നെ സങ്കീർണതകളിലേക്ക് തള്ളിയിടുന്ന, എൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന, എൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളാണ് എൻ്റെ ശരിയായ ശത്രു. എന്നെ പ്രതിസന്ധിയിൽ തള്ളിയിടുന്ന, എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന, എന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന, എന്നെ സങ്കീർണതകളിലേക്ക് തള്ളിയിടുന്ന, എന്നെ കുഴപ്പത്തിലാക്കുന്ന ഒരാൾ, അയാളാണ് എൻ്റെ ശത്രു. അങ്ങനെ ഒരേ ഒരു ശത്രുവേ എനിക്കുള്ളൂ. ആ ശത്രു ശരിക്കും ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ആ ശത്രുവിൻ്റെ പേര്, അതാണ് ശരി. ഇപ്പൊ നമ്മുടെയൊക്കെ പ്രശ്നം മറ്റുള്ളവരെ മുഴുവൻ ശത്രുക്കളായി കാണുക, അവരെ കുറ്റം വിധിക്കുക, അവരെ തിരുത്താൻ ശ്രമിക്കുക, അവരെ വെല്ലുവിളിക്കുക, അവരെ വേട്ടയാടുക, അങ്ങനെ ഞാൻ ജയിക്കണമെന്നൊരവസ്ഥയിലേക്ക് എന്നെ ഞാൻ തള്ളിയിടുക. അതിനാലെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സ്വസ്ഥതയില്ലാത്ത ഒരാളും സമാധാനമില്ലാത്ത ഒരാളും സങ്കീർണതകളിൽ നിന്ന് സങ്കീർണതകളിലേക്ക് സഞ്ചരിക്കുന്ന ഒരാളുമായി ഞാൻ തന്നെ എന്നെ ആക്കി തീർക്കുകയാണ്. ശരിക്കും ഈ ജീവിതത്തിൽ എനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് ഞാനാണ്. ഇതിനി എനിക്ക് എന്നാണ് തിരിച്ചറിയാൻ കഴിയുക? ഒത്തിരി പേരെ ശത്രുക്കളായി കാണുകയും ഒത്തിരി പേരെ കുറ്റപ്പെടുത്തുകയും ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരാരും ആത്മാവിൽ ദരിദ്രരല്ല, ആത്മാവിൽ സമ്പന്നരാണ്. അവരെ ഭരിക്കുന്നത് ഞാൻ എന്ന ഭാവമാണ്. അവർക്ക് അഹന്തയുടെ ആഴമാണ് അവരുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ സമ്പന്നരാണ്. ഞാൻ എന്ന ഭാവത്തിൽ സ്വയത്തിൽ സമ്പന്നരാണ്. അവരാരും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ ഉള്ളം പറയുന്നുണ്ടാകുമോ, ഇതിപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടാകുമോ എന്ന്? ദൈവമക്കളെ, അച്ഛനിവിടെ വന്നതും അച്ഛനിവിടെ നിന്നതും സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം ബുദ്ധി കൊണ്ടോ അല്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തത് കൊണ്ടാണെന്ന് നിങ്ങൾ അവകാശപ്പെടാനും വരട്ടെ. സ്വർഗത്തിലെ അത്യുന്നതനായ തമ്പുരാൻ തീരുമാനിച്ചുറപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അച്ഛനിവിടെ നിന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി അച്ഛനെ ഇവിടെ നിർത്തിയവന് ഈ ജനത്തോട് പറയാനുള്ളത് പറയുകയാണ് എൻ്റെ ജോലി. ഇത് ദൈവം സംസാരിക്കുന്ന വാക്കുകളാണ്. ഹല്ലേലൂയ. എന്നിലെ ഞാൻ എന്ന ഭാവം വേരോടെ പിഴുത് പുറത്തു കളയാത്തിടത്തോളം എനിക്കെൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവകാശം ലഭിക്കില്ല. സ്വന്തമായി എന്തെങ്കിലും കഴിവുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നിടത്തോളം എൻ്റെ ആശ്രയം ആ കഴിവുകളിലായിരിക്കും, എന്നിലായിരിക്കും, എൻ്റെ ബലത്തിലായിരിക്കും, എൻ്റെ സമ്പത്തിലോ എൻ്റെ വരുമാനത്തിലോ എൻ്റെ സ്ഥാനമാനങ്ങളിലോ എൻ്റെ ജോലിയിലോ എൻ്റെ കുടുംബത്തിലോ ഒക്കെ ആയിരിക്കും.
അതെന്നെ തോൽപ്പിക്കും, അതെന്നെ നരകത്തിൽ തള്ളിയിടും, അതെനിക്ക് സ്വർഗം നഷ്ടപ്പെടുത്തും, അതെന്നെ നിത്യം പ്രശ്നങ്ങളിൽ തള്ളിയിടും, ഞാനൊരു വലിയ നഷ്ടത്തിന്റെ ഉടമയായി മാറും. ഇവിടെ ആത്മാവിലുള്ള ദാരിദ്ര്യം ഞാൻ അനുഭവിച്ചിട്ട് സ്വർഗം സ്വന്തമാക്കണമെങ്കിൽ എന്നിലെ അകത്തെ വേരോടെ പിഴുത് പുറത്തു മാറ്റിയിട്ട് ഞാനിവിടെ ഇല്ല എന്ന് ദൈവം മുമ്പിൽ സമ്മതിച്ചിട്ട് എന്നെ നിർത്തിയതും എന്നെ ഞാനാക്കിയതും എൻ്റെ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിലും ദൈവത്തിൻ്റെ കൃപയിലും അവൻ്റെ കരുണയിലും ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ഞാൻ ഭാഗ്യവാനാകുന്നുള്ളൂ. അല്ലാത്തിടത്തോളം ഞാനൊരു സമ്പന്നനും നിർഭാഗ്യവാനുമാണ്. സ്വയത്തിൽ ആശ്രയിക്കുന്ന ഏതു മനുഷ്യനും പരാജയപ്പെടും. വേദപുസ്തകത്തിലെ എത്ര തെളിവുകൾ. ജലപ്രളയാനന്തരം നോഹയുടെ മക്കൾ പെറ്റുവരികയും ഭൂമിയെങ്ങും നിറഞ്ഞപ്പോ അവരുടെ കാരണവന്മാർ സമ്മേളനം കൂടി ഒരു തീരുമാനമെടുത്തു. നാം ദേശത്തെങ്ങും ചിതറിപ്പോകാതിരിപ്പാൻ നമുക്കൊരു കോട്ട പണിയാം. എന്താ കുഴപ്പം? നല്ല തീരുമാനമല്ലേ? അങ്ങനെ ഒരു തീരുമാനം. ഒരപ്പന്റെ മക്കൾ ലോകത്തെങ്ങും ചിതറിപ്പോകാതെ ഒരു വംശമായി ഒരു ദേശത്ത് താമസിക്കാൻ ഒരു കോട്ട പണിയണമെന്ന് തീരുമാനമെടുത്തതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല, നല്ല കാര്യമാണ്. കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ദൈവം കേട്ടാലും പറയും, മക്കളെ നന്നായി, എനിക്ക് നിങ്ങളെക്കുറിച്ച് വലിയ സന്തോഷം തോന്നുന്നു. പക്ഷേ ഈ തീരുമാനമെടുക്കാൻ കൂടിയ മീറ്റിംഗിൽ അജണ്ടയിൽ ഉൾപ്പെടാത്ത ഒരു തീരുമാനം കൂടി അവരെടുത്തു. എന്തായിരുന്നെന്നറിയാമോ? ഈ പണിയാൻ പോകുന്ന കോട്ടയുടെ ഒത്ത നടുവിൽ നമുക്ക് ആകാശത്തോളം എത്തുന്നൊരു ഗോപുരം കൂടെ പണിയണം. അതെന്തിനാണാവോ? ഈ ആകാശമെന്ന് പഴയ നിയമം പറയുമ്പോൾ അതിൻ്റെ പൊരുൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും പിടികിട്ടിയിട്ടില്ല. ആകാശമെന്ന് പറഞ്ഞത് സ്വർഗത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പലരും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ല പ്രാർത്ഥിച്ചിട്ടുള്ളത്, പിന്നെ ആകാശത്തുള്ള ഞങ്ങളുടെ ബാവ. അപ്പോ ആകാശം എന്നിവിടെ വിവക്ഷിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചത്ര. ആകാശത്തോളം എത്തുന്നൊരു ഗോപുരം പണിയാമെന്ന് നിശ്ചയം ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ആ നിശ്ചയം ഇതാണ്: സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാം. എന്തിനായിരിക്കും? നമുക്ക് സ്വർഗത്തിൽ കയറി ചെല്ലാം. അതെന്തിനായിരിക്കും? സ്വർഗസ്ഥനായി ദൈവത്തെ പിടിച്ച് താഴെ ഇറക്കി വിട്ടിട്ട് നമുക്ക് സ്വർഗവും ഭൂമിയും വാഴാം. അഹന്ത. കോട്ടപ്പണി ആരംഭിച്ചു. അവർ ഇഷ്ടികയറുത്തു, പശമണ്ണുകൊണ്ട് കുമ്മായമുണ്ടാക്കി കോട്ട കെട്ടാൻ തുടങ്ങി, ഒപ്പം ഗോപുരവും കെട്ടാൻ തുടങ്ങി. പക്ഷെ വചനം പഠിച്ചിട്ടുള്ളവർക്കറിയാം, പണി പൂർത്തിയാക്കിയില്ല. പണി പൂർത്തിയാക്കിയില്ല. ആ കോട്ടയുടെ പണി പാതിക്കലെത്തും മുമ്പ് സ്വർഗത്തിലെ ദൈവം താഴെ ഇറങ്ങി വന്നു. ചുറ്റി നടന്നെല്ലാം നോക്കിക്കണ്ടിട്ട് ദൈവം തന്നോട് തന്നെ പറഞ്ഞു, ഇവരിത് ചെയ്യും. ഇവർ ഈ കോട്ടയും പണിയും ഗോപുരവും പണിയും, ഉറപ്പായിട്ടും പണിയും. കാരണം അവരെൻ്റെ മക്കളാണ്, ഞാൻ കൊടുത്ത വരമാണ് ഇവർ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അവരത് ചെയ്യും. ഇപ്പോൾ അവർക്ക് അവരുടെ കഴിവിനെ കുറിച്ച് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അവർക്ക് അവരുടെ ശക്തിയെക്കുറിച്ച് അസാമാന്യമായ ബോധ്യമുണ്ട്. ഞങ്ങൾ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് തന്നെ ഇല്ലേ നമുക്കും? മിണ്ടുന്നില്ല. ഞാൻ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്കറിയാവുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് നിങ്ങൾക്കറിയാം. സ്വന്തം കഴിവിലുള്ള ഒരാളുടെ അമിതമായ ബോധ്യം, ഇത് തന്നെയാണ് ഇസ്രായേൽ മക്കളിൽ ദൈവം കണ്ടത്. പക്ഷേ അവരിലൊരു കുഴപ്പമുണ്ടായിരുന്നു. അവർ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാമെന്ന് ഇസ്രായേൽ മക്കൾക്ക് അറിയാം. പക്ഷേ ദൈവം വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാമെന്ന് അവർക്ക് അറിയില്ല. ഇത് തന്നെയല്ലേ എൻ്റെയും കുഴപ്പം? ഞാൻ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാമെന്ന് എനിക്കിപ്പോൾ നന്നായിട്ടറിയാം. പക്ഷെ ദൈവം വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാമെന്ന് എനിക്ക് അറിയില്ല. ഇത് ഞാൻ അറിയാതെ പോയാൽ നാളെ ഞാൻ തന്നെ എന്നെ തോൽപ്പിക്കും. പിടികിട്ടുന്നുണ്ടോ? മിണ്ടുന്നില്ല. ഞാൻ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാമെന്ന് എനിക്കറിയാം. ദൈവം വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള അറിവുമായി ഞാൻ മുന്നോട്ട് പോയാൽ നാളെ ഞാൻ തന്നെ എന്നെ തോൽപ്പിക്കും. യെസ്, എൻ്റെ പരാജയത്തിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ ദൈവം ആരാണെന്നും കൂടെ ഞാൻ അറിഞ്ഞിരിക്കണം. എൻ്റെ കഴിവിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് നല്ലതാണ്, പക്ഷെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കണം. ദൈവം എന്ത് ചെയ്തു?
നോഹയുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരാരാണെന്നും അവർക്ക് എന്തിനൊക്കെ കഴിവുണ്ടെന്നും അറിയാം. പക്ഷെ ദൈവമാരാണെന്നും ദൈവത്തിന് എന്തൊക്കെ കഴിവുണ്ടെന്നും അവർക്കറിയില്ല. അതവരൊന്ന് അറിഞ്ഞിരുന്നില്ലെങ്കിൽ നാളെ അവർക്കത് നഷ്ടമായി മാറും. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് അവരൊന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്ന് ദൈവം തീരുമാനിച്ചിട്ട് ഒരു കുഞ്ഞു കാര്യം ചെയ്തു. കാഴ്ചയൊക്കെ കണ്ടു പോകാൻ നേരം ഭാഷ അങ്ങോട്ട് കലക്കിക്കളഞ്ഞു. ഒരാൾ പറഞ്ഞാൽ മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത അന്തരീക്ഷം സൃഷ്ടിച്ചു. അന്ന് വരെ ലോകത്ത് എല്ലായിടത്തും എല്ലാവർക്കും ഒരേ ഒരു ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അനേകം ഭാഷകളുണ്ടായി. ഞാൻ ഈ വേദഭാഗം വായിച്ച് പഠിച്ചപ്പോഴൊക്കെ ഇരുന്ന് ആലോചിച്ചു, ദൈവമേ, ആ ഒരേ ഒരു ഭാഷ അതേതായിരുന്നു? ലോകത്തെല്ലാവരും ഒരേപോലെ ഉപയോഗിച്ചിരുന്ന ഒരേ ഒരു ഭാഷ അതേതായിരുന്നു? സത്യം പറയട്ടെ, ഒരു 20 കൊല്ലക്കാലം ഞാൻ അന്വേഷിച്ചിട്ടും ആ ഭാഷ ഏതായിരുന്നു എന്ന് എനിക്ക് പിടികിട്ടിയില്ല. പക്ഷെ 20 കൊല്ലത്തിന് ശേഷം എനിക്കൊരു കാര്യം പിടികിട്ടി, ആ ഭാഷ ഏതല്ലായിരുന്നു എന്ന്. അതെന്താന്ന് മനസ്സിലായോ? ഇത്രയും കാലം ഞാനത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ആ ഭാഷ എന്തായാലും മലയാളമല്ലായിരുന്നു. നിങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞത്. എന്താ അങ്ങനെ മനസ്സിലാവാൻ കാരണം എന്നറിയോ? എല്ലാവരും സംസാരിച്ചിരുന്ന ഒരേ ഒരു ഭാഷ മലയാളമല്ലായിരുന്നു. ആയിരുന്നെങ്കിൽ അവരെ കോട്ട പണിയാൻ തീരുമാനം എടുക്കൂലായിരുന്നു. ഇനി അഥവാ തീരുമാനം എടുത്താൽ പോലും ഒരു കല്ലിൻ്റെ മുകളിൽ ഒരു കല്ല് വർക്കി വെക്കില്ലായിരുന്നു. കാരണം ഞാൻ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് എത്രയൊക്കെ ദേശത്ത് പോയി താമസിച്ചിട്ട് മലയാളിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. ഒരു മലയാളിക്ക് ഒരു മലയാളിയെ കണ്ടൂടാ. ഇനി അഥവാ കണ്ട് ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ, നിന്നെ ഞാൻ വിടില്ലടി എന്ന ഭാവം ഉള്ളി പിടിച്ചുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്നതേ. ഞാൻ പോവാൻ വേണ്ടി വന്നതാട്ടോ. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്തായാലും ആ ഭാഷ മലയാളം അല്ലായിരുന്നു. അത് സമ്മതിക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. അല്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ അത് ഏതാണെന്ന് അറിഞ്ഞിട്ട് വലിയ പുണ്യമൊന്നും കിട്ടാനില്ലല്ലോ. ഭാഷ കലക്കിക്കളഞ്ഞു. ഒരാൾ പറഞ്ഞത് വേറൊരാൾക്ക് മനസ്സിലാകാതെ വന്നതോടുകൂടി കോട്ട പണി നിലച്ചുപോയി, ഗോപുരം പണിയും നിലച്ചുപോയി. ദൈവമാരാണെന്നവർക്ക് മനസ്സിലായി. ദൈവം ഒന്നും ചെയ്തില്ല, ആരുടെയും ചെവിക്ക് പിടിച്ചില്ല, ഒരാളെയും വഴക്ക് പറഞ്ഞില്ല, ആരെയും ശാസിച്ചില്ല. ഒറ്റ ഒരു കാര്യമേ ദൈവം ചെയ്തുള്ളൂ, ഭാഷ കലക്കിക്കളഞ്ഞു. സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തവൻ ഭാഷ കലക്കിക്കളഞ്ഞതോടുകൂടെ പണി നിന്നുപോയി. ദൈവത്തെ വെല്ലുവിളിച്ച് സ്വർഗത്തിൽ കയറാൻ ഇച്ഛിച്ച് ഞങ്ങൾ ദൈവത്തെക്കാൾ കഴിവുള്ളവരും ശക്തരുമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് അഹന്തയിൽ ചേർത്തിട്ട് ഗോപുരവും കൊട്ടാരവും കോട്ടയും പണിയാൻ തുടങ്ങിയവർ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സാരരായി ലോകത്തെങ്ങും ചിതറിപ്പോയി. ഹല്ലേലൂയ. എന്തായിരുന്നു കോട്ട പണിതതിന്റെ പിന്നിലുള്ള വികാരം? അതിന് വിപരീതമായത് സംഭവിച്ചു. അവർ ലോകത്തെങ്ങും ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ചിതറിപ്പോയി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ തിരിച്ചറിയണം, സ്വന്തം കഴിവിലൂന്നി സ്വന്തം ശക്തിയിലൂന്നി ആരെങ്കിലും ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനെന്ന ഭാവം എന്നെ ഭരിക്കുന്നിടത്തോളം ഞാൻ തോൽക്കും. മറ്റാരും എന്നെ തോൽപ്പിക്കണ്ട, എന്നിലെ ഞാൻ എന്നെ തോൽപ്പിക്കും. ഈ ലോകത്ത് എനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് ഞാൻ തന്നെയാണ്. എന്നിലെ ഞാനെന്ന ഭാവം. ഹല്ലേലൂയ. ഇതിന് അറുതി വരാത്തിടത്തോളം ഞാൻ സമ്പന്നനാണ്. ഞാൻ ഒരിക്കലും ദൈവത്തിൻ്റെ മകനല്ല, മകളല്ല. സ്വർഗം എൻ്റെ സ്വന്തമായി തീരുന്നില്ല. ഇന്ന് അനേകം ആളുകൾ അവരുടെ സ്വന്തം കഴിവിലൂന്നി പലതും ചെയ്യാൻ ശ്രമിക്കുന്നു, അതേ അളവിൽ പരാജയപ്പെടുന്നു. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ സമ്പാദിച്ച സമ്പത്ത് തന്നെ വിനയായി തീർന്നിട്ട് കണ്ണുനീർ കയത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് ഞാനിതൊക്കെ എന്തിനു സമ്പാദിച്ചു എന്ന് സങ്കടപ്പെടുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നനാണ് സോളമൻ ചക്രവർത്തി. സോളമന്റെ വിലാപം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹാ മായ മായ മായ, സകലവും മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യന് കീഴെ ഞാൻ സമ്പാദിച്ച സകലത്തെയും ഞാൻ വെറുത്തു. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ശേഷം വരുവാനിരിക്കുന്ന മറ്റൊരു മനുഷ്യനു വേണ്ടി ഞാനത് വെച്ചിട്ട് പോകേണ്ടി വരുമല്ലോ. നേടിയതൊക്കെ തനിക്ക് വിനയായി തീരുന്നു എന്ന തിരിച്ചറിവാണ് സോളമന്റെ സങ്കടത്തിന്റെ കാരണം. സമ്പാദിച്ച സമ്പത്ത് അനേകർക്ക് കണ്ണുനീരിന് കാരണമായത് ഇന്നും ചരിത്രം എഴുതി വെച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണ്. ഇനി ഒരുപാട് ആളുകൾ അവരുടെ മക്കളിലാണ് ആശ്രയിക്കുന്നത്.
എല്ലാം മക്കളിൽ അർപ്പിച്ചുകൊണ്ട് മക്കളെ പഠിപ്പിക്കണം, മക്കളെ വളർത്തണം, മക്കളെ വലുതാക്കണം, മക്കളെ ഔന്നത്യങ്ങളിൽ എത്തിക്കണം. മക്കളൊരിടത്തെത്തിയാൽ പിന്നെ എനിക്കൊന്ന് വിശ്രമിക്കാം. പക്ഷേ ദൈവം തന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്താതെ, ദൈവകൃപയിൽ ആശ്രയിച്ചു വളർത്താതെ, ദൈവ പദ്ധതിക്കനുസരിച്ച് വളർത്താതെ, ദൈവാലയ ബന്ധത്തിൽ വളർത്താതെ, വചന വെളിച്ചത്തിൽ വളർത്താതെ, തൻ്റെ സ്വന്തം താല്പര്യത്തിന് മക്കളെ വളർത്തിയ എത്രയോ മാതാപിതാക്കൾ കണ്ണുനീർ കയത്തിൽ മുങ്ങി കുളിക്കുന്നതിന് അച്ഛൻ സാക്ഷിയാണ്. നിങ്ങൾ നാളെ സാക്ഷികളാകുമോ? അച്ഛൻ അറിയില്ല. പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അപ്പനമ്മമാർ എൻ്റെ മുമ്പിൽ. അച്ഛാ, എല്ലാം ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാ ചെയ്തത്, എല്ലാം എൻ്റെ മോനു വേണ്ടി, എൻ്റെ മോൾക്ക് വേണ്ടി. പക്ഷേ ഒന്ന് ഫോണിൽ വിളിച്ച് പപ്പ മമ്മി എന്താ വിശേഷമെന്നൊന്ന് ചോദിക്കാൻ, അപ്പ അമ്മയെ സുഖമായിരിക്കുന്നുവെന്നൊന്ന് ചോദിക്കാൻ, ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് അന്വേഷിപ്പാൻ, ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അന്വേഷിക്കാൻ, 5 കാശ് ഞങ്ങൾക്കൊന്ന് അയച്ചു തരാൻ, ഒരു സ്നേഹത്തിൻ്റെ കണിക പങ്കിട്ട് തരാൻ ഞങ്ങളെല്ലാം കൊടുത്ത് വളർത്തിയ മക്കൾക്ക് മനസ്സില്ലാതെ പോയിരിക്കുന്നു. വളർത്തുദോഷം. ആശ്രയിച്ചത് മക്കളിലാണെങ്കിൽ മക്കളിൽ സമ്പന്നത കണ്ടെത്താൻ ശ്രമിച്ചവർ അതിനാൽ കരയുന്നത് ചരിത്രം വരച്ചിട്ട മാഞ്ഞുപോകാത്ത ചിത്രമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ ആശ്രയം എവിടെ വയ്ക്കുന്നു? ദൈവത്തിലാണ് ആശ്രയമെങ്കിൽ, സ്വയത്തിലല്ല ആശ്രയമെങ്കിൽ എനിക്ക് ജയമുണ്ട്, ഇല്ലെങ്കിൽ എന്നെ ഞാൻ തോൽപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ആരോഗ്യത്തിൽ ആശ്രയം വയ്ക്കുന്നു ഒത്തിരി പേർ. എനിക്കെന്തിൻ്റെയാ കേട്? ഒരു കുഴപ്പവുമില്ലല്ലോ, നല്ല ആരോഗ്യമുണ്ടല്ലോ, ഞാൻ വർഷം തോറും ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എടുക്കുന്നയാളാണല്ലോ, ശിരസ് മുതൽ പാദം വരെ എല്ലാം പരിശോധിക്കുന്നല്ലോ, എൻ്റെ നാഡീഞരമ്പുകൾ, എൻ്റെ ഹൃദയം, എൻ്റെ കിഡ്നി, എൻ്റെ ശ്വാസകോശം, എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പരിശോധിക്കപ്പെടുന്നുവല്ലോ, എനിക്ക് തൽക്കാലം ഒരു തരക്കേടുമില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഇപ്പോൾ നന്നാവുന്നത്? ഞാൻ എന്തിനാ ഇപ്പോൾ മാനസാന്തരപ്പെടുന്നത്? ഞാൻ എന്തിനാ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? ഞാൻ എന്തിനാ ഇപ്പോൾ വേദപുസ്തകം കൊണ്ട് നടക്കുന്നത്? ഞാൻ എന്തിനാ ഇപ്പോൾ? ഇനി സമയം കിടക്കുകയല്ലേ. ദൈവമക്കളെ, പാഞ്ഞു പോകുന്ന വാഹനം ക്ഷണനേരം കൊണ്ടൊന്ന് കണ്ണു ചെമ്മി തുറക്കുമ്പോൾ സ്വന്തം തെറ്റുകൊണ്ടല്ല, എതിരെ വന്നൊരാളുടെ, സൈഡിൽ നിന്ന് വന്നൊരാളുടെ തെറ്റുകൊണ്ട് ഞാൻ യാത്ര ചെയ്ത വാഹനം പൊടിഞ്ഞു നുറുങ്ങിപ്പോയാൽ വൈദ്യശാസ്ത്രം തന്ന റിപ്പോർട്ട് കൊണ്ട് എനിക്ക് ദീർഘായുസ് ഉണ്ടാവില്ല. ദൈവമക്കളെ, അപ്പോൾ തിരിച്ചറിയണം, ആരോഗ്യത്തിൽ ആശ്രയിച്ചിട്ട് ആരോഗ്യത്തിൻ്റെ നാശം മൂലം നെടുവീർപ്പിട്ട് കരയുന്നു പലരും. ബുദ്ധിയും അറിവും എൻ്റെ ജീവിതത്തിൽ എന്നെ ഉന്നതങ്ങളിൽ എത്തിക്കുമെന്ന് നനച്ച പലരും അതേ ബുദ്ധിയും അറിവും മൂലം കണ്ണുനീർ കയത്തിൽ മുങ്ങിപ്പോയി. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ലോകത്തെ എന്തെങ്കിലും മേഖലകളിൽ ആശ്രയം വെച്ചവരാരും ജയിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം, ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള കണ്ടുമുട്ടൽ. ദാവീദ് എന്ന ഇടയച്ചെറുക്കൻ കവിണയും കല്ലുമായി ഇടയന്റെ വേഷത്തിൽ കൊടുങ്കാറ്റ് വേഗത്തിൽ തൻ്റെ നേരെ ഓടി വരുന്നത് കണ്ടപ്പോൾ മല പോലെ നിന്ന് ഗോലിയാത്തൊന്ന് കുലുങ്ങി ചിരിച്ചു. ഭൂമി കുലുങ്ങി. ഗോലിയാത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ എൻ്റെ നേരെ വടിയും കോലുമായി വരാൻ ഞാൻ എന്തടാ നായോ? നിന്നെ ഇന്ന് ഞാൻ കൊല്ലും, ഞാൻ കൊല്ലും. നിന്റെ ശരീരത്തിലെ മാംസം ഞാൻ ആകാശത്തിലെ പറവകൾക്ക് തീറ്റ കൊടുക്കും, കാട്ടിലെ മൃഗങ്ങൾക്കും തീറ്റ കൊടുക്കും. നീ ഇങ്ങോട്ട് വാ, നിന്നെ ഇപ്പോൾ തന്നെ ശരിപ്പെടുത്തുന്നുണ്ട്. ഗോലിയാത്ത് പറഞ്ഞ മുഴുവൻ വാക്കുകളും സ്വയം കഴിവിൽ ഊന്നിക്കൊണ്ട. എന്നാൽ ദാവീദിന്റെ മറുപടി ശ്രദ്ധിക്കണം. ഗോലിയാത്തേ, നീ എൻ്റെ നേരെ വരുന്നു നിന്റെ കായബലത്തിലൂന്നിയാണെങ്കിൽ ഞാൻ നിന്റെ നേരെ വരുന്നത് നീ നിന്ദിക്കുന്നവനായ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിലത്രേ. അവൻ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. നീ എന്നോട് ചെയ്യുമെന്ന് പറഞ്ഞതൊക്കെയും അവൻ ഇന്ന് നിന്നോട് ചെയ്യുമാറാകട്ടെ. കർത്താവിൽ ആശ്രയിച്ച ദാവീദിന്റെ സഞ്ചിയിലേക്ക് കൈപോയതും കല്ലൊന്ന് പുറത്തെടുത്തതും കവണയിൽ വെച്ചതും അവൻ ചുഴറ്റി തുടങ്ങിയതും ഗോലിയാത്ത് കണ്ടതേയില്ല. കുറുകി വന്ന ദാവീദിന്റെ കണ്ണ് മല പോലെ നിൽക്കുന്ന ഗോലിയാത്തിന്റെ ശിരസ് മുതൽ പാദം വരെ പരിശോധിച്ചു നോക്കിയിട്ടൊരു കാഴ്ച കണ്ടു. അവന്റെ ശരീരത്തിൽ മറയ്ക്കപ്പെടാത്ത ഒരേ ഒരു മർമ്മം അവന്റെ തിരുനെറ്റിയാണ്. അവിടെ ഇരിക്കട്ടെ. അവൻ ആ കവണയിൽ നിന്ന് കൈവിട്ടു. പീരങ്കി ഉണ്ട പോലെ പാഞ്ഞുപോയ കല്ല് ഗോലിയാത്തിന്റെ തിരുനെറ്റിയിൽ ആഞ്ഞു പതിച്ച് അകത്ത് കയറിപ്പോയി. സ്ഥലകാലബോധം നഷ്ടപ്പെട്ട ഗോലിയാത്ത് മല പോലെ കമിഴ്ന്ന് മറിഞ്ഞു വീണപ്പോ പാഞ്ഞു ചെന്ന ദാവീദ് അവന്റെ പുറത്ത് കയറി അവന്റെ ഉടവാൾ ഉരിയെടുത്ത് അവന്റെ ശിരസറുത്ത് ഒരു കയ്യിൽ ഗോലിയാത്തിന്റെ വാളും മറുകൈയിൽ അവന്റെ തലയുമായി അവന്റെ വിരിഞ്ഞ പുറത്ത് നൃത്തം ചെയ്യുന്ന ദാവീദ് ജയാളിയായെങ്കിൽ അവനെ ജയിപ്പിച്ചത് കർത്താവിലുള്ള ആശ്രയമാണ്. ഹല്ലേലൂയ.
ഗോലിയാത്ത് വീണുപോയെങ്കിൽ അവനെ തോൽപ്പിച്ചത് സ്വയത്തിലുള്ള ആശ്രയമാണ്. ആരാണ് സമ്പന്നൻ? ആരാണ് ദരിദ്രൻ? ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. എന്താണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം? ആരാണ് ദരിദ്രൻ? ഞാനെന്ന ഭാവം ലവലേശമില്ലാതെ വേരോടെ പിഴുത് പുറത്തു കളഞ്ഞിട്ട് സർവശക്തനായ കർത്താവിൽ സമ്പൂർണമായും തന്നെ തന്നെ സമർപ്പിച്ചിട്ട് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരാൾ, ആ ആളാണ് കർത്താവ് പറഞ്ഞ ഭാഗ്യവാൻ. എന്ത് കിട്ടും? എനിക്ക് കിട്ടുമോ? എൻ്റെ ദൈവമേ, എനിക്ക് കിട്ടുമോ സ്വർഗം? ഞാനൊരു ഭാഗ്യവാനാണോ, ഭാഗ്യവതിയാണോ? എനിക്ക് ഈ ലോകപ്രകാരം പലതുമുണ്ട്, പക്ഷെ ഞാൻ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. എനിക്ക് ജോലിയുണ്ട്, കുടുംബമുണ്ട്, വരുമാനമുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്, ലോകത്ത് അംഗീകാരമുണ്ട്, ഒരുപാട് സംഗതികൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ സമ്പന്നനാണോ? അതോ ഞാൻ ദരിദ്രനാണോ? എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ഒരു ഭാഗ്യവാനായി എൻ്റെ ജീവിതം നയിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, എന്നെ പോലൊരു അരിഷ്ടൻ ഈ ഭൂമിയിൽ വേറെ ഇനിയില്ല. ഇന്ന് രാത്രി ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്നെ തന്നെ പൂർണ്ണമായും വിനയപ്പെടുത്തുവാൻ, എന്നിലെ ഞാനെന്ന ഭാവത്തെ വേരോടെ പിഴുതു മാറ്റുവാൻ, എൻ്റെ അഹങ്കാരം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിക്കളയുവാൻ, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വയ്ക്കുവോളം എന്നെ താഴ്ത്തുവാൻ, അങ്ങനെ ഞാൻ അരിഷ്ടനും ദരിദ്രനുമാണെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുവാൻ, മറ്റുള്ളവരോടെല്ലാം എനിക്ക്, അവരുടെ മുമ്പിലെല്ലാം എനിക്കൊന്ന് താഴുവാൻ, വിനയപ്പെടുവാൻ ഈ രാത്രി എനിക്ക് സാധിച്ചെങ്കിൽ, വിലമതിക്കാനാകാത്ത ഒരു നിധി എൻ്റേതായി തീരുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയായി തീരുമായിരുന്നു. എനിക്കത് നഷ്ടപ്പെട്ടു പോയാൽ അതിന് വേറൊരാൾ ഉത്തരവാദിയായിരിക്കില്ല. ഇന്ന് രാത്രി എന്നെ സന്ദർശിച്ച് എന്നോട് വ്യക്തമായി സംസാരിച്ച എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നോടത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നിരിക്കാൻ, എനിക്ക് വരുന്ന നഷ്ടത്തിൻ്റെ ഉത്തരവാദി ഞാൻ മാത്രമായിരിക്കും. ഞാൻ മാത്രം. അതുകൊണ്ട് എൻ്റെ ദൈവമേ, എന്നിലെ അഹന്ത മറ്റാർക്കും മാറ്റാൻ കഴിയില്ല. എൻ്റെ അഹങ്കാരം മാറ്റിത്തരണം ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ അഹങ്കാരം മാറില്ല. എന്നിലെ അഹന്ത മാറ്റേണ്ടത് എൻ്റെ സ്വന്തം തീരുമാനമാണ്. ഞാൻ മാറിയേ പറ്റൂ എന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കണം. എന്നെ കുഴപ്പത്തിലാക്കുന്ന ഈ അഹന്ത, എന്നെ വഴക്കാളിയാക്കുന്ന ഈ അഹന്ത, എവിടെയും എന്നെ പ്രശ്നക്കാരിയാക്കുന്ന ഈ അഹന്ത, എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാക്കുന്ന എന്നിലെ ഞാനെന്ന ഭാവം, എന്നെ ഇപ്പോൾ തന്നെ നരകത്തിൽ തള്ളിയിട്ടിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് എന്നെ തള്ളിക്കൊണ്ടുപോകുന്ന എന്നിലെ ഞാനെന്ന ഭാവം, തമ്പുരാനെ, അത് ഈ ആലയത്തിനകത്ത് വെച്ച് വേരടക്കം പിഴുതു മാറ്റിക്കളഞ്ഞിട്ട് ഒന്ന് താഴാൻ, ഒന്ന് ദരിദ്രനാകാൻ എനിക്ക് ഭാഗ്യം തരണം. ഞാനങ്ങനെ തീരുമാനിക്കുന്നു കർത്താവേ. അവിടുത്തെ പീഡാനുഭവം എനിക്ക് വേണ്ടി ചെയ്തതാ. സ്വർഗത്തിൽ കോടിക്കണക്കിന് മാലാഖമാർ ഇടതടവില്ലാതെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അഹങ്കരിപ്പാൻ ഒരുപാട് വക കയ്യിലുണ്ടായിട്ടും
എന്നെ പ്രതി അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ഇറങ്ങി വന്ന് 33 തിരുവയസ്സിൽ ലോകത്ത് മനുഷ്യനായി ജീവിച്ച് ലോകത്തൊരാളും ഏറ്റിട്ടില്ലാത്തത്ര ഈ നിന്ദയും പരിഹാസവും പീഡനവും സഹിച്ച തമ്പുരാനെ, നിന്റെ കവിളത്ത് തുപ്പിയപ്പോൾ നീ തിരിച്ചൊന്നും പറഞ്ഞില്ല. താടിമീശകൾ പറിച്ചെടുത്തപ്പോഴും നീ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഉടുതുണി അഴിച്ചെടുത്തപ്പോഴും നീ ഒന്നും പറഞ്ഞില്ല. എന്നെ മുഖത്ത് ആരെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ ഞാൻ ഒരു ഈറ്റപ്പുലിയെ പോലെ ചീറും. എന്നെക്കുറിച്ച് ആരെങ്കിലും ഒരു മോശം വർത്തമാനം പറഞ്ഞെന്ന് കേട്ടാൽ അവരെ കൊന്ന് അടക്കം ചെയ്യാതെ ഞാൻ അടങ്ങില്ല. ദൈവമേ, ഞാൻ യേശുക്രിസ്തുവിൻ്റെ അനുയായിയാണെന്ന് പറയാൻ എനിക്ക് എന്താണ് അർഹത? ഞാൻ സമ്പന്നനാണ്, അഹങ്കാരത്തിൽ സമ്പന്നനാണ്. എന്നെ ദരിദ്രനായി കാണാൻ, എന്നിലൊരു മാറ്റമുണ്ടാക്കാൻ ഈ രാത്രി നീ എനിക്ക് ഭാഗ്യം തരണം. ഞാൻ ഇന്നെൻ്റെ വീട്ടിലേക്ക് മടങ്ങും. എൻ്റെ അന്തരീക്ഷത്തിന് ഒരു മാറ്റവുമില്ല. എൻ്റെ കൂടെ താമസിക്കുന്നവർ ഇന്നലെ താമസിച്ചവർ തന്നെയാണ്. ഞാൻ നിരന്തരം കണ്ടുമുട്ടുന്നവർ ഇന്നലെ വരെ കണ്ടുമുട്ടിയവർ തന്നെയാണ്. എൻ്റെ സാഹചര്യത്തിന് ഒരു മാറ്റവുമില്ല. സാഹചര്യം മാറില്ല, കൂടെ താമസിക്കുന്നവർ മാറില്ല, ചുറ്റുപാടുകൾ മാറില്ല. പക്ഷെ ഞാൻ മാറും. ഞാൻ മാറണം. ഇല്ലെങ്കിൽ കേട്ട വചനം എന്നെ സ്വർഗത്തിലെത്തിക്കില്ല. ഞാൻ മാറണം. എൻ്റെ ദൈവമേ, എനിക്കൊന്ന് ദരിദ്രനാകാൻ കഴിയണം. ഞാനിവിടെ വന്നത് സ്വന്തം കഴിവ് കൊണ്ടല്ല, നീ എന്നെ കൊണ്ടുവന്നതാ. അല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ല. നീ ഇതെന്നെ കേൾപ്പിക്കാൻ മനഃപൂർവ്വം തീരുമാനിച്ചിട്ടാ ഇന്ന് ഞാനിവിടെ വന്നത്. ഞാൻ മാറണം. എൻ്റെ അഹന്ത മാറണം. ഞാൻ ദരിദ്രനാകണം. അതെൻ്റെ ദൃഢനിശ്ചയമാകണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദുഃഖിക്കുക, സങ്കടപ്പെടുക, വേദനിക്കുക, സഹിക്കുക നമുക്കൊട്ടും താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്, അല്ലേ? മിണ്ടികേ, പള്ളി പോകുന്നത് ദുഃഖം ഒഴിവാക്കാനാ. ദൈവത്തെ വിളിക്കുന്നത് ദുഃഖം വരാതിരിക്കാനുള്ള പ്രിക്വേഷനാണ്. ഒരു സങ്കടവും ജീവിതത്തിൽ വരാതിരിക്കാനാ ഈ ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നത്. സത്യം നേരെ തിരിച്ചാ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞത് വേറെ ആരുമല്ല, യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പോൾ ദുഃഖമൊരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരും. ആമേൻ. സങ്കടപ്പെടുന്നത് നമ്മളെ നന്മയിലെത്തിക്കും. തിരിച്ചറിയണം, ക്രിസ്തീയ ജീവിതം പൂമെത്തയിലുള്ള ഉറക്കമല്ല. ക്രിസ്തീയ ജീവിതം പൂവിരിച്ച വഴിയിലൂടെയുള്ള പ്രയാണമല്ല. ക്രിസ്തീയ ജീവിതം മുൾമെത്തയിലെ കിടപ്പാണ്. ക്രിസ്തീയ ജീവിതം ഏറ്റവും ഭീകരമായ വഴികളിലൂടെയുള്ള സഞ്ചാരമാണ്. ഇനിയും തിരിച്ചറിയണം, ക്രിസ്തീയ ജീവിതം കുരിശു ചുമക്കലിൻ്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം മുൾക്കിരീടം ധരിക്കപ്പെടലിൻ്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം കുരിശിൽ തറയ്ക്കപ്പെടലിൻ്റെ ജീവിതമാണ്. ഹല്ലേലൂയ. ഇതിന് ഞാൻ തയ്യാറാകാത്തിടത്തോളം എൻ്റെ ജീവിതം ക്രിസ്തീയ ജീവിതമല്ല. ഞാൻ ഭാഗ്യവാനുമല്ല. എനിക്ക് ലക്ഷ്യം കാണാൻ കഴിയുകയുമില്ല. ക്രിസ്തീയ ജീവിതം കുരിശു ചുമക്കലിൻ്റെ ജീവിതമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ കുരിശു ചുമലിൽ നിന്ന് താഴെ ഇറക്കാൻ കഴിയാതെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കുരിശു ചുമക്കേണ്ട ജീവിതം. ക്രിസ്തീയ ജീവിതം മുൾക്കിരീടം ധരിക്കപ്പെടലിൻ്റെ ജീവിതമാണ്. ഒരു നിമിഷ നേരമെങ്കിലും മുൾക്കിരീടം ശിരസിൽ നിന്ന് മാറുന്നില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ മുൾക്കിരീടം വഹിക്കപ്പെടലിൻ്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം കുരിശിൽ തറയ്ക്കപ്പെടലിൻ്റെ ജീവിതമാണ്. ഒരിക്കലും കുരിശിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നില്ല. അന്ത്യനിമിഷം വരെ കുരിശിൽ കിടക്കേണ്ട ഒരു ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. ഒരു ക്രിസ്ത്യാനിയുടെ വേഷം കെട്ടുന്നവരുടെ ജീവിതമല്ല, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. അതിപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല.
എപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നത് എല്ലാ സുഖവും തന്നേക്കണം, എല്ലാ കഷ്ടതയും മാറ്റിയേക്കണം. പക്ഷേ അത് ക്രിസ്തീയ ജീവിതമാകില്ല. ഒരിക്കലേ ഒരു കൊച്ചച്ഛൻ എൻ്റെ അടുത്തൊരു സങ്കടം പറഞ്ഞു. അച്ഛാ, ഞാൻ മടുത്തു, എന്നെക്കൊണ്ട് വയ്യ, ഈ മനുഷ്യരെ എന്നെ ഭീകരന്മാരാ, ഈ പള്ളിയിൽ എനിക്ക് ശുശ്രൂഷ തുടരാൻ പറ്റില്ല, ഒരെണ്ണം പോലും പറഞ്ഞാൽ കേൾക്കത്തില്ല, സകല എണ്ണം കുഴപ്പക്കാരാ, നിന്നാലും കുഴപ്പം, വന്നാലും കുഴപ്പം, പോയാലും കുഴപ്പം, കണ്ടാലും കുഴപ്പം, മിണ്ടിയാലും കുഴപ്പം. അച്ഛൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? എന്നെ ഈ പള്ളിയിൽ നിന്നൊന്ന് മാറ്റിത്തരണം, തിരുമേനോടൊന്ന് പറയണം. ഞാൻ ഈ അഡ്മിനിസ്ട്രേഷനിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സങ്കടം പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ കുറച്ചു നേരം സൂക്ഷിച്ചു നോക്കി. അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ എന്നെ നോക്കി അനുകൂലമായൊരു മറുപടി കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛനോട് കാര്യം ചെയ്യേ, വേറെ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ, ആ കുപ്പായും തൊപ്പിയും കൂടെ ഊരി ഇങ്ങോട്ട് തന്നിട്ട്. ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരു പുരോഹിതനെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വിളിച്ചു എന്നാൽ അതിൻ്റെ അർത്ഥം കുരിശേറ്റാനായിട്ട് അവനെ വിളിച്ചു എന്നാണ്. ഒരാളെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വിളിച്ചു എന്നാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ശിരസിൽ മുൾക്കിരീടം വെച്ചു കൊടുത്തു എന്നാണ്. ഒരാളെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വിളിച്ചു എന്നാൽ അതിൻ്റെ അർത്ഥം അവൻ കുരിശ് ചുമക്കണമെന്നാണ്. ഇതെനിക്ക് വയ്യ എന്ന് പറയുന്ന ഒരുവൻ പുരോഹിത ശുശ്രൂഷയ്ക്ക് യോഗ്യനല്ല. ഒരു പുരുഷനെ ഭർത്താവ് എന്ന സ്ഥാനത്തേക്ക് വിളിക്കുമ്പോഴും, ഒരു സ്ത്രീയെ ഭാര്യ എന്ന സ്ഥാനത്തേക്ക് വിളിക്കുമ്പോഴും, ഒരാളെ ഒരപ്പൻ എന്ന സ്ഥാനത്തേക്ക് വിളിക്കുമ്പോഴും, ഒരു സ്ത്രീയെ ഒരമ്മ എന്ന സ്ഥാനത്തേക്ക് വിളിക്കുമ്പോഴും ഇതിനൊക്കെ തന്നെയാ വിളിച്ചത്. കുരിശ് ചുമക്കാൻ എനിക്ക് വയ്യ, കുരിശി കിടക്കാൻ എനിക്ക് വയ്യ, ഈ മുൾക്കിരീടം എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറയുന്ന ആരും ക്രിസ്തീയ ജീവിതത്തിന് അർഹരല്ല. ആമേൻ. അല്ല. നിങ്ങളുടെ ഉള്ളിൽ സങ്കടപ്പെടുന്നുണ്ടാകുമോ? എനിക്കിവിടെ ഒരാളെ മാത്രമേ കുറ്റപ്പെടുത്താനുള്ളൂ, അതെന്നെയാ. നിങ്ങളിൽ ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല. നിങ്ങൾക്കൊരാളെ കുറ്റപ്പെടുത്താനുള്ള അവകാശമുണ്ട്, അത് നിങ്ങളെ. ഭർത്താവിന് ഭാര്യയെ കുറ്റപ്പെടുത്താൻ അവകാശമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ അവകാശമില്ല, അച്ഛന് നിങ്ങളെ കുറ്റപ്പെടുത്താൻ അവകാശമില്ല, നിങ്ങൾക്ക് അച്ഛനെ കുറ്റപ്പെടുത്താൻ അവകാശമില്ല. ഒരാൾക്ക് കുറ്റപ്പെടുത്താനുള്ള അവകാശം ഒരാളെക്കുറിച്ചേ ഉള്ളൂ, അത് അവരെക്കുറിച്ച് മാത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്വന്തം ദുഃഖങ്ങളെ സ്വീകരിക്കുകയും അവയെ മനസ്സിലാക്കുകയും അവയെ അംഗീകരിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. സ്വന്തം ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളെ സ്വീകരിക്കണം, മനസ്സിലാക്കണം, അംഗീകരിക്കണം. അതേ സമയത്ത് ആ ദുഃഖങ്ങളെയെല്ലാം തൻ്റെ പാപപരിഹാരത്തിനുള്ള യാഗമായി കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാൻ കഴിയണം. അപ്പോഴേ ക്രിസ്തീയ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നുള്ളൂ. ഹല്ലേലൂയ. അച്ഛൻ ഈ വേഷമൊക്കെ കെട്ടി ഇങ്ങനെ ചിരിക്കുന്ന മുഖത്തോടെ നിങ്ങൾ അച്ഛനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ജീവിതത്തിൽ ദുഃഖിച്ചിട്ടേ ഇല്ലാത്തൊരാൾ. നിങ്ങളറിയാത്ത എത്രയോ ദുഃഖങ്ങൾ, ദുഃഖത്തിൻ്റെ പരമ്പരകൾ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. എന്തോരം. ഇപ്പോൾ തന്നെ എനിക്ക് എത്ര പേരെക്കുറിച്ചത് നിങ്ങളോട് പറയാൻ കഴിയും. നിങ്ങൾക്കറിയുമോ, എൻ്റെ കൂടെ നാട്ടിൽ എല്ലാ ശുശ്രൂഷയ്ക്കും പാട്ടുപാടുന്ന, ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നൊരു മകനുണ്ട്. ജയിൻ എന്നാണ് അവൻ്റെ പേര്. മധുരമായി പാടും. ദൈവമോന് കൊടുത്ത അത്ഭുതകരമായ ഒരു വരദാനമാണ് അവൻ്റെ ശബ്ദം. വളരെ മധുരമായി പാടും. ഞങ്ങൾ കഴിഞ്ഞ 12 വർഷമായി ഒരു ടീമായിട്ടാണ് നാട്ടിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, അവൻ വിവാഹിതനായിട്ട് 7 വർഷം ഏപ്രിൽ 16-ാം തീയതി പൂർത്തിയാകും. 7ആണോ 8ആണോ എന്ന് കൃത്യം എൻ്റെ മെമ്മറി പറയുന്നില്ല. ഞാനാണ് അവരുടെ വിവാഹം ആശീർവദിച്ചത്. ഒരു തിങ്കളാഴ്ച രാവിലെ ഞാൻ ആ വിവാഹം ആശീർവദിച്ചു. അവന് വിവാഹം കഴിച്ച പെൺകുട്ടി മധുരമായി പാട്ട് പാടുന്നവളാണ്. MA വരെ വിദ്യാഭ്യാസമുള്ളവളാണ്. ഞാൻ ആ പെൺകുട്ടിയുടെ തലമുടിയെക്കുറിച്ച് ഇപ്പോഴും മറക്കാത്തൊരു ഓർമ്മ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്.
സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നല്ല നീളവും അഴകുമുള്ള ഈ പെൺകുട്ടിയുടെ തലമുടി അവൾ നടന്നു പോകുമ്പോൾ നിലത്തോടെ പുറകെ പോകും. അതുപോലെ നമ്മുടെ നാട്ടിൽ പറയില്ലേ, പനങ്കുല പോലെ അങ്ങ് അത്രയും തലമുടി ഉണ്ടായിരുന്നു. നല്ല അഴകും സൗന്ദര്യവുമുള്ള കുട്ടി. വിവാഹം കഴിഞ്ഞ് 3-ാം മാസം അവൻ എന്നെ ഒരു ദിവസം അപ്രതീക്ഷിതമായി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ലീന ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഒരു കട്ടറിൽ വീണപ്പോൾ നിലവിളി ഉച്ചസ്ഥായിയിലായി. അച്ഛാ, ഞങ്ങൾ വഴിയിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ പറഞ്ഞു, മോനെ, ഒരു ട്യൂബ് പ്രഗ്നൻസിയുടെ സാധ്യതയാണ് പെട്ടെന്ന് എൻ്റെ മെമ്മറിയിൽ വരുന്നത്. അല്ലെങ്കിൽ ഇത്രയും പെയിൻ ഉണ്ടാകാൻ സാധ്യതയില്ല. തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് വളരെ വേഗം ചെല്ലണം. അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ പ്രഗ്നൻസി ഇല്ല, ട്യൂബ് പ്രഗ്നൻസിയും ഇല്ല. അപ്പോൾ അവൻ എന്നെ വിളിച്ചു, അച്ഛാ, അങ്ങനൊന്നും ഇല്ലല്ലോ, ഇവൾ കരച്ചിൽ നിർത്തുന്നില്ല. പെർക്വേഷൻ ഡോസുകൾ കൊടുത്തു. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പെൺകുട്ടിയെ വിശദ പരിശോധനയ്ക്ക് മാറ്റി. 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം വൈകുന്നേരം 5 മണിക്ക് പരിശോധന റിസൾട്ട് വന്നതിങ്ങനെയാണ്: ആ കുട്ടിക്ക് ക്യാൻസറാണ്, ഓവേറിയൻ ക്യാൻസറാണ്. മെഡിക്കൽ സയൻസിന് നിയന്ത്രിക്കാവുന്ന തലങ്ങൾക്ക് എത്രയോ അപ്പുറത്തെത്തിയിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, കുഞ്ഞെ, ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് വരേണ്ടത്, എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് 2 പേരും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിയിൽ അവരെ ഇരുത്തി. ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഞാൻ അവളോട് ചോദിച്ചു, മോളെ ലീന, നിനക്ക് നിൻ്റെ രോഗം എന്താണെന്ന് അറിയാമോ? അറിയാൻ വെച്ചോ? എന്താ? ക്യാൻസറാണ്. നിനക്കിതിൻ്റെ ബാക്കി പത്രം എന്താണെന്ന് അറിയാമോ? അറിയാൻ വെച്ചോ? ഇഞ്ചിഞ്ചായി ഞാൻ മരിക്കും. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, അതിനാണ് ഇവിടെ വിളിച്ചു വരുത്തിയത്. എന്താച്ചോ? മോളെ, നീ ഒരു സുവിശേഷകന്റെ ഭാര്യയാണ്. നിന്റെ മുഖം വാടി സങ്കടപ്പെട്ട നിലയിൽ, നിരാശപ്പെട്ട നിലയിൽ നിന്നെ ആരും കാണരുത്. നിന്റെ സാക്ഷ്യം നീ സൂക്ഷിക്കണം. ആ പെൺകുട്ടി അന്ന് എന്നോട് പറഞ്ഞ മറുപടി ഇപ്പോഴും ഈ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അച്ചോ, ലീന ഒരു വാക്ക് അച്ഛനോട് പറയാം, ഞാൻ മരിച്ചു കിടന്നാലും ചിരിച്ചു കിടക്കും. എന്നെ വാടിയ മുഖത്തോടെ ലോകത്താരും കാണില്ല. തലയിലെ മുടിയെല്ലാം കൊഴിഞ്ഞുപോയി, അസ്ഥിവഞ്ചരമായി മാറി, കൊഴിഞ്ഞ കുഴിക്കുള്ളിൽ കണ്ണ് ഇറങ്ങിപ്പോയി, നടക്കുമ്പോൾ ആടിപ്പോകും. വയറ്റിലെ ട്യൂമർ വളർന്ന് വലിയ 8 മാസം ഗർഭിണിയായൊരു സ്ത്രീയുടെ വയറുപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ, ഓരോ 8-ാം ദിവസവും 10 ലിറ്റർ ഫ്ലൂയിഡ് അവളുടെ ഉദരത്തിൽ നിന്ന് ടാപ്പ് ചെയ്ത് മാറ്റുമ്പോൾ, ഇന്നും ആരെ കാണുമ്പോഴും വായിലുള്ള മുഴുവൻ പല്ലും കാട്ടിച്ചിരിക്കും ലീന. ഞാൻ അവളെ കാണാൻ ചെന്നാൽ അവൾ എന്നോട് 100 ചോദ്യം ചോദിക്കും. അങ്ങോട്ട് രോഗവിവരം ചോദിക്കാൻ അനുവദിക്കില്ല. അച്ഛാ, എന്താ വിശേഷം? അമ്മായിക്ക് സുഖാണോ? മോൻ ഏത് ക്ലാസ്സിലെത്തി? അവൻ്റെ പഠിത്തം എങ്ങനെ പോകുന്നു? ഗായോസ് എന്താ പറയുന്നത്? വയനാട്ടിൽ പോകാറുണ്ടോ? അവിടെ എന്താ വിശേഷം? അന്നയെ കാണാറുണ്ടോ? 100 ചോദ്യങ്ങൾ. അവളിന്നും ചിരിച്ചുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ പെൺകുട്ടി ജീവിതത്തിൽ നേരിടുന്നതിൻ്റെ 1000-ൽ1 അംശം നൊമ്പരം ജീവിതത്തിൽ വരാതിരുന്നിട്ടും ഒരു കൊച്ചു വേദനയുടെ പേരിൽ ചിരിക്കാനേ മറന്നുപോയിട്ടുള്ളവർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? എവിടെയാ ക്രിസ്തീയ ജീവിതം? എന്താ ക്രിസ്ത്യാനിറ്റി? ആമേൻ. നൊമ്പര പരമ്പരകളിലൂടെ പ്രയാണം ചെയ്യുമ്പോൾ അതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് ഒരു ദൈവ പൈതലിനുണ്ടാകണം. ഹല്ലേലൂയ. അത് ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ ഭാഗ്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദുഃഖം വരട്ടെ, സങ്കടം വരട്ടെ, നൊമ്പരം വരട്ടെ, വേദന വരട്ടെ, നാളെ ഒരാശ്വാസമുണ്ട് തമ്പുരാന്റെ മുമ്പിൽ. ഹല്ലേലൂയ. ഈ ലോകത്തെ ഏറ്റവും ആശ്വാസത്തോടെ ജീവിച്ചിട്ട് സ്വർഗം കാണാനും അവിടുത്തെ നിത്യാശ്വാസം അനുഭവിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ എന്താ ജീവിതത്തിന്റെ അർത്ഥം? ഇവിടെ കുറേയധികം ദുഃഖിക്കുകയും വേദനിക്കുകയും നെടുവേർപ്പെടുകയും നൊമ്പരപ്പെടുകയും ചെയ്തിട്ട് നിത്യസ്വർഗത്തിൽ അസ്തമിക്കാത്ത ആനന്ദം അനുഭവിപ്പാൻ കഴിഞ്ഞെങ്കിൽ, ആശ്വാസം അനുഭവിപ്പാൻ കഴിഞ്ഞെങ്കിൽ അതല്ലേ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം. വിവിധ കാരണങ്ങളാൽ സങ്കടപ്പെടുന്നവർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളാണ്. സങ്കടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? യേശു പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ. ദുഃഖത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. ജീവിതം സുഖം മാത്രമുള്ളതല്ല. അതിനുവേണ്ടി ആരും
ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യരുത്. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ഈ ജഡത്തിൽ വസിക്കുന്ന മനുഷ്യന് ദുഃഖം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ, ഭാഗമാണ്. അച്ഛൻ്റെ അടുത്ത് ഒരുപാട് പേര് പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കിടാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ നർമ്മബോധത്തോടെ അതിൽ ചില ഇടപെടലുകൾ നടത്താറുണ്ട്. ഒരിക്കലൊരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എനിക്ക് ശരീരം മൊത്തം വേദനയാണ്, അടി മുതൽ മുടി വരെയും വേദനയാണ്, വേദനയില്ലാത്തൊരു ഇഞ്ച് പോലും എൻ്റെ ശരീരത്തിലില്ല. അച്ഛാ, എനിക്ക് സഹിക്കാൻ മേല, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്, ഞാൻ അവരുടെ മുഖത്ത് നോക്കി നിന്ന് ചിരിച്ചു. അപ്പോൾ സ്ത്രീ അങ്ങ് ഞെട്ടിപ്പോയി. അവർ ചിന്തിച്ചിട്ടുണ്ടാവുക അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നായിരിക്കും. എന്താ അച്ഛൻ ചിരിക്കണേ? മൊത്തം വേദനയല്ലേ? വേദനയില്ലാത്ത ഒരു സ്ഥലമില്ല. ഇല്ല, ഒട്ടും സ്ഥലമില്ല. ഇല്ല. ഓ, എനിക്ക് സമാധാനമായി. അതെന്താച്ചോ? അല്ല, നിങ്ങളിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണില്ല. ഒരാളുടെ ശരീരത്തിൽ വേദനയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആൾക്ക് ജീവനുണ്ടെന്നാ. എല്ലാ വേദനയും മാറി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല, മരിച്ചുപോയി എന്നാണ്. അപ്പോൾ ഈ വേദനയും ഒരു പോസിറ്റീവായിട്ടുള്ള സിംറ്റമാണ് അല്ലേ? മിണ്ടുന്നില്ല. വേദന വളരെ പോസിറ്റീവായിട്ട് സിംറ്റമാണ്. എന്തിൻ്റെ? ആൾക്ക് ജീവനുണ്ട് എന്നതിൻ്റെ അടയാളമാണ് വേദന. അപ്പോൾ ഞാൻ ഈ സഹോദരിക്ക് എല്ലാ വേദനയും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തെന്നാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്നോട് പ്രാർത്ഥിക്കാൻ പറയാൻ തോന്നരുത്. ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കും, അപ്പോൾ തന്നെ സംഭവിക്കും. ദൈവമക്കളെ, അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്. ഹല്ലേലൂയ. ദുഃഖത്തെക്കുറിച്ചും നൊമ്പരങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്. യൂട്യൂബിൽ അച്ഛൻ്റെ ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. നിങ്ങൾ ഏതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞ ഒരു പ്രസംഗം യൂട്യൂബിലുണ്ട്. അതിനകത്ത് പറഞ്ഞൊരു സംഭവം. ഒരിക്കലൊരു വീട്ടിൽ ഒരു സഹോദരി എന്നെ വിളിച്ചു, അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം. ആദ്യം വിളിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല. എനിക്ക് അങ്ങനെ ഒരു ദുശീലമുണ്ട്. ഈ ആൾ അത്യാവശ്യമുള്ള ആളാണെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യുള്ളൂ. പിന്നെ അച്ഛനെൻ്റെ വീട്ടിൽ വരുന്നത് എനിക്ക് ഇച്ചിരി മാനമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ എനിക്കതൊരു സന്തോഷമാണ്, അച്ഛനെ ഒന്ന് സൽക്കരിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വിളിയാണോ എന്ന് അറിയണം. ആണെങ്കിൽ പിന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ടാമതും ഈ സഹോദരി എന്നെ വിളിച്ചു, അച്ഛനെൻ്റെ വീട്ടിലൊന്ന് വന്നൊന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമതും നാലാമതും അഞ്ചാമതും ആറാമതും വിളിച്ചു. അപ്പോൾ എനിക്ക് സീരിയസ് ആയിട്ട് തോന്നി. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് ചെന്നു. ഈ സ്ത്രീ വലിയൊരു വീട്, വിശാലമായൊരു തറവാടാണ്. ദൈവമക്കളെ, ആ വീട്ടിൽ ചെന്നപ്പോൾ എന്ത് ബഹുമാനത്തോടെ എന്നെ സ്വീകരിച്ചത്. നിലത്തോളം തൊഴുത് അച്ഛനെൻ്റെ വീട്ടിൽ വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഞാൻ സ്വീകരിക്കപ്പെട്ടു. എന്തൊരു ബഹുമാനമാണ് ആ സ്ത്രീ എന്നോട് കാണിച്ചത്. ഞാൻ ഇരുന്നിട്ട് ചോദിച്ചു, സഹോദരി, ഇത്രയും നിർബന്ധിച്ച് എന്നെ ഈ വീട്ടിൽ അച്ഛൻ വരണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് വിളിച്ചു വരുത്തിയത് എന്തിനാ? അച്ഛാ, എനിക്ക് 3 മക്കളാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇരിക്കട്ടെ. മക്കൾക്കൊക്കെ എത്ര പ്രായമുണ്ട്? അച്ഛാ, എൻ്റെ മൂത്ത കുഞ്ഞിന് 15, രണ്ടാമത്തെ കുഞ്ഞിന് 10, മൂന്നാമത്തെ കുഞ്ഞിന് 5. 3 ആമ്പിള്ളേരാ. 5 വയസ്സിൻ്റെ ഗ്യാപ്പാണ് 3 പേർക്കും. ഏതൊക്കെ ക്ലാസ്സിലാണ് മക്കൾ പഠിക്കുന്നത്? എൻ്റെ അച്ഛാ, എൻ്റെ 3 മക്കൾ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 3 മക്കൾ ഒരു ക്ലാസ്സിലെ വച്ചോ. ഈ വീട് തന്നെയാണ് അവരുടെ വിദ്യാലയം, ഞാൻ തന്നെയാണ് അവരുടെ അധ്യാപിക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അച്ഛാ, കഥ പറഞ്ഞിരുന്നാൽ അച്ഛനൊന്നും മനസ്സിലാവില്ല. അച്ഛൻ എൻ്റെ കൂടെ വാ, ഞാൻ എൻ്റെ മക്കളെ കാണിച്ചു തരാം. വിശാലമായൊരു ഹാളിലേക്ക്, ഈ പള്ളിയുടെ പാതിയുണ്ട് ആ ഹാള്. ഞാൻ കയറി ചെല്ലുമ്പോൾ ഒന്നാമത്തെ കട്ടിലിൽ വലിയ തലയും ചെറിയ ഉടലും ഉന്തിയ പല്ലും തുറിച്ച കണ്ണുകളും ഉള്ള ഒരു കുഞ്ഞ്, ചുറ്റും അഴി പിടിപ്പിച്ചിരിക്കുക. ഞാനിതിൻ്റെ മുമ്പിൽ ചെന്നറിയാതെ കൈ തൊഴുതു നിന്നു. അച്ഛാ, എൻ്റെ മൂത്തമൻ. അവൻ്റെ പേര് പറഞ്ഞു,
എന്നിട്ട് ഈ കുഞ്ഞിനെക്കുറിച്ച് ഈ അമ്മ വാചാലയായി. ഇവൻ ഭയങ്കര ക്വയറ്റാണച്ചാ, ഒരു പരാതിയും പരിഭവവും ഒന്നും പറയില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അവൻ ഒരക്ഷരം സംസാരിച്ചിട്ടില്ല. അച്ഛാ, ഈ കുഞ്ഞിന് എന്നെ തിരിച്ചറിയാം. എൻ്റെ കാൽപ്പെരുമാറ്റം കേട്ടാൽ അവൻ കണ്ണ് തിരിച്ചു നോക്കും. എന്തു കൊടുത്താലും കഴിക്കും. ഒരു പരിഭവവും ഇന്ന് വരെ പ്രകടിപ്പിച്ചിട്ടില്ല. അച്ഛാ, 15 കൊല്ലമായി എൻ്റെ മൂത്തമൻ. രണ്ടാമത്തെ ആളെ കാണണ്ടേ? നീങ്ങി നിന്ന സ്ത്രീയോടൊപ്പം അപ്പുറത്തെ കട്ടിലിൻ്റെ അരികിലേക്ക് നിന്നപ്പോൾ എന്നെ കാലിൻ്റെ അടിക്ക് തീ പിടിച്ചു. നിങ്ങൾ വിശ്വസിക്കില്ല, അതേ രൂപമുള്ള, അതിൻ്റെ പാതി വലിപ്പമുള്ള മറ്റൊരു കുഞ്ഞ്. രണ്ടാമത്തെ മോനാച്ചാ. ഇവൻ ഇത്തിരി കുറുമ്പുകാരനാ. ഈ മുറിയിൽ ഞാൻ വന്നാൽ ആദ്യം അവൻ്റെ അടുത്ത് ചെല്ലണം, ഇല്ലെങ്കിൽ വലിയ ഒച്ച ഉണ്ടാക്കും. അവൻ എന്തു കൊടുത്താലും അവൻ തുപ്പിക്കളയും. അവന് ഒരുപാട് കെയർ ചെയ്യണം. അവൻ്റെ പേരിന്നതാണ്, 10 വയസ്സുണ്ട്. മൂന്നാമത്തെ കട്ടിലിനരികിലേക്ക് അവൾ നീങ്ങി നിന്നപ്പോൾ ഒപ്പം ചെന്ന എനിക്ക് ഞാൻ മറിഞ്ഞു വീണു പോകുമെന്ന് തോന്നിയിട്ട് ആ കട്ടിൽ ഞാൻ അള്ളിപ്പിടിച്ചു. അതേ രൂപത്തിലുള്ള മൂന്നാമത്തെ കുഞ്ഞ്. ഈ സ്ത്രീ പറഞ്ഞു, അച്ഛാ, ഇവൻ മൂത്ത ചേട്ടനെ പോലെ ഭയങ്കര ക്വയറ്റാ. 5 വയസ്സായി. ഒരു പരാതിയും പറയില്ല, ഒരു ബഹളം ഉണ്ടാക്കില്ല. എനിക്കപ്പോ എൻ്റെ തൊണ്ടയ്ക്ക് കുരുക്ക് വീണുപോയി. ഇനി അവളോട് എന്തെങ്കിലും ചോദിക്കാൻ എൻ്റെ നാവ് പൊങ്ങാതെയായി. അവളോ ചിരിക്കുന്നു, ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൂടല്ലോ എന്ന് ഞാൻ എന്നെ കുറ്റപ്പെടുത്തി. ഞാൻ ചോദിച്ചു, മോളെ, ഈ 3 കുഞ്ഞുങ്ങളെ നിനക്കിങ്ങനെ കിട്ടിയിട്ട് നിന്റെ ചിരിയുടെ പിന്നിൽ എന്താണ്? അവൾ പറഞ്ഞു, അച്ഛാ, എനിക്ക് 3 അല്ല, ഇപ്പോൾ 4 മക്കള്. അത് 4-മത്തെ ആൾ. ചാരികിട്ട വാതിൽ തുറന്നപ്പോൾ കട്ടിലിൽ കിടക്കുന്ന ഒരു അസ്ഥിപഞ്ജരം. താടിമീശകൾ നീട്ടി വളർത്തിയ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ്. അച്ഛാ, 3 കുഞ്ഞുങ്ങൾ, ഇങ്ങനെ 2 കുഞ്ഞുങ്ങൾ പിറന്നപ്പോഴും എന്നെ ആശ്വസിപ്പിച്ചതും എന്നെ ബലപ്പെടുത്തിയതും ദൈവം നമുക്ക് നല്ലൊരു കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞതും എന്നെ നേരെ നിർത്തിയതും എൻ്റെ ഭർത്താവാ. നിരന്തരം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നയാളാ. പക്ഷെ 3-മത്തെ കുഞ്ഞിനെ ആശുപത്രിയിൽ വന്ന് കണ്ടുപോയി. തലയ്ക്ക് സ്ഥിരമില്ലാതെയായിപ്പോയി. ഇപ്പോൾ വയലൻ്റാ. സുബോധമുണ്ടായാൽ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കും, സ്വയം പീഡിപ്പിക്കും. കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് അടിക്കും, തലമുടി വലിച്ചു പറിക്കും. ഉണരുമ്പോൾ ഞാൻ അയാൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് ഉറക്കുക. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. ഞാൻ ചോദിച്ചു, സഹോദരി എങ്ങനെ ചിരിക്കാൻ പറ്റും? അപ്പോൾ ഈ സഹോദരിയുടെ മറുപടി, അച്ഛൻ, ഞാൻ ക്രൂശിക്കപ്പെട്ട യേശുവിനെ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടതാ. ഈ കുഞ്ഞുങ്ങളെല്ലാം തമ്പുരാൻ്റെയാ. തമ്പുരാൻ ഇരുന്ന് ഒരുപാട് നേരം ആലോചിച്ചിട്ടുണ്ടാകും, ആരുടെ കയ്യിൽ കൊടുത്താൽ ഈ കുഞ്ഞുങ്ങളെ പരാതി കൂടാതെ വളർത്തും. ദൈവം എന്നെ കണ്ടു, എന്നെ തിരഞ്ഞെടുത്തു, എനിക്ക് തന്നു. അച്ഛനറിയോ, ഞാനേ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയായ അമ്മയാ. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട്? 3 മാലാഖമാരാ എൻ്റെ മക്കൾ. ഒരു കളങ്കവും പറ്റിയിട്ടില്ല. ഈ ലോകത്ത് എന്തോരം അമ്മമാരാച്ചാ മക്കൾ വഴിതെറ്റിപ്പോയതിൻ്റെ പേരിൽ, മക്കൾ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിൽ, മക്കൾ പ്രശ്നം സൃഷ്ടിച്ചതിൻ്റെ പേരിൽ പൊട്ടിക്കരയുന്നത്. ഞാനോ 3 മാലാഖമാരുടെ അമ്മയാച്ചോ. ലോകത്ത് ഇതുപോലെ ഭാഗ്യവതിയായ ഒരു അമ്മ വേറെ കാണില്ലച്ചോ. ആ സ്ത്രീയുടെ മുമ്പിൽ നമസ്കരിക്കണമെന്ന് അന്ന് എൻ്റെ ഉള്ളം എന്നോട് പറഞ്ഞു. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കുള്ളതാണ് ആശ്വാസം. ഹല്ലേലൂയ. നിങ്ങൾക്കിത് മനസ്സിലാകുമോ? ജീവിതത്തിൽ ക്ലേശവും ദുഃഖവും വരുമ്പോൾ നമ്മൾ അതിനോട് എന്ത് നിലപാടെടുക്കുന്നു? നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? സാധാരണ നിലയിൽ ദുഃഖം വരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് 3 തലങ്ങളിലാണ്. ഒന്ന്, പരസ്പരം കുറ്റപ്പെടുത്തുക. വീട്ടിലൊരു പ്രയാസമുണ്ടാകുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സങ്കീർണതകൾ വരുമ്പോൾ, ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, വരുമാനം നിലച്ചു പോകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക. ഭാര്യമാരിരുന്ന് പറയും, ഈ മനുഷ്യന് വിശ്വാസമില്ല, ദൈവമേ എന്നൊരു വിചാരമില്ല, പള്ളിയിൽ പോവില്ല, പ്രാർത്ഥിക്കുകയില്ല, എന്തോരം പറഞ്ഞാലും ദൈവമേ എന്നൊരു വിചാരമില്ലാത്ത മനുഷ്യൻ. മനുഷ്യ, നിങ്ങളുടെ നീതികേടിന് കിട്ടിയ മറുപടിയാ, അല്ലെങ്കിൽ ഇങ്ങനൊരു ശിക്ഷ വരുമോ? ഇത് ദൈവം തന്നതാ, നിങ്ങൾ ദുഷ്ടന. പ്രശ്നം പരിഹരിക്കപ്പെടുമോ?
സമാധാനം കിട്ടുമോ? ആശ്വാസം കിട്ടുമോ? പറഞ്ഞേ. ഒരു പ്രയോജനമില്ല. രണ്ടാമത്തെ പരിപാടി, താങ്ങാൻ പറ്റാത്തൊരു പ്രയാസം ജീവിതത്തിൽ വരുമ്പോൾ ആളുകൾ ചെയ്യുന്ന രണ്ടാമത്തെ പരിപാടി ദൈവത്തെ കുറ്റപ്പെടുത്തും. എന്തോരം കാല പ്രാർത്ഥിച്ച്, എന്തോരം വഴിപാട കഴിച്ച്, എത്ര കൂടി മെഴുതിരിയ കത്തിച്ച്, എന്തോരം ധ്യാനമാ കൂടിച്ച്, എന്തോരം പള്ളിക്ക് കൊടുത്തേക്കണേ, എന്തോരം സുവിശേഷ വരയ്ക്ക് കൊടുത്തേക്കണേ. എന്നിട്ട് ഇപ്പൊ കിട്ടിയതെന്താ? ഈ ദൈവത്തിന് വേണ്ടി ഇനി ഞാൻ ഒന്നും ചെയ്യില്ല, ഇനി പ്രാർത്ഥനയില്ല, ഇനി പാട്ടുമില്ല, ഇനി പള്ളി പോകില്ല, ഇനി ധർമ്മം പോലും ഞാൻ കൊടുക്കൂല, നശിക്കട്ടെ അങ്ങോട്ട്. ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന വേറൊരു കൂട്ടർ. സങ്കടങ്ങൾ താങ്ങാൻ പറ്റാതെ വരുമ്പോ ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന രണ്ടാമതൊരു കൂട്ടർ. സമാധാനം കിട്ടുമോ? പ്രശ്നം പരിഹരിക്കപ്പെടുവോ? ആശ്വാസം കിട്ടുമോ? പറഞ്ഞേ. ഇല്ല. ചെയ്തിട്ടുണ്ടോ? ഈ പണി ചെയ്തിട്ടുണ്ടോ? താങ്ങാൻ പറ്റാത്ത സംഘർഷങ്ങൾ വന്നപ്പോ ദൈവത്തെ മനസ്സുകൊണ്ടെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? നിരാശ കയറി വന്നിട്ടുണ്ടോ? മൂന്നാമതൊരു പരിപാടിയുണ്ട്. കണ്ടില്ലേ? ഭക്തനായി ജീവിച്ചു, പാട്ടുപാടി, ദൈവത്തിന്റെ വിലയ്ക്ക് കൊടുത്തു, ദൈവത്തിന് വേണ്ടി നടന്നു, നല്ലവനായി നടന്നു, നാട്ടുകാർക്ക് മുഴുവൻ നല്ലവൻ, വീട്ടുകാർക്ക് മുഴുവൻ നല്ലവൻ, പുണ്യവാൻ, പുണ്യവതി. എന്നിട്ട് ഇപ്പൊ കിട്ടിയതെന്താ? കഷ്ടതയും കണ്ണീരും. അതെ, ഈ കള്ളു കുടിക്കുന്നവർക്കും തോന്നിവാസം നടക്കുന്നവർക്കും ഈ ലോകത്തെ എല്ലാ തിന്മയും പ്രവർത്തിക്കുന്നവർക്കും ഇതൊന്നുമില്ലല്ലോ. അതാ നല്ലത്. ഇനി ഞാൻ അങ്ങോട്ട് പാപം ചെയ്യാൻ പോവുക. ആശ്വാസം കിട്ടുമോ? ഇങ്ങനെ തീരുമാനിച്ച് നടപ്പിലാക്കിയാൽ ആശ്വാസം കിട്ടുമോ? പ്രശ്നം പരിഹരിക്കപ്പെടുവോ? സത്യത്തിൽ ഈ മൂന്നല്ലേ നമ്മുടെ കയ്യിലുള്ളത്. അവിടെയും തോൽപ്പിക്കുന്നത് നമ്മൾ തന്നെ. ഹല്ലേലൂയ. ഒരിക്കലും ആശ്വാസം കിട്ടുന്നില്ല. ഈ നിലപാടുകളൊന്നും നമുക്ക് ആശ്വാസം കൊണ്ടുവരുന്നില്ല. അത് കൂടുതൽ ദുഃഖത്തിലേക്കും, കൂടുതൽ ദൈവത്തിൽ നിന്നുള്ള അകലത്തിലേക്കും, കൂടുതൽ സങ്കീർണതകളിലേക്കും, കൂടുതൽ നാശത്തിലേക്കും നയിക്കും. എന്നാൽ കഷ്ടത ജീവിതത്തിൽ ഏറി വരുമ്പോൾ, ദുഃഖം താങ്ങാൻ പറ്റാതെ വരുമ്പോൾ, സ്വന്തം പാപങ്ങളെക്കുറിച്ചോർത്ത് കരയാനും, സ്വയത്തെ പരിശോധിക്കാനും, സ്വയത്തെ തിരുത്താനും, വലിയൊരു കുമ്പസാരത്തിന് എന്നെ ഒരുക്കാനുമാണ് എനിക്ക് കഴിയേണ്ടത്. അതാണ് ഭാഗ്യം. ഹല്ലേലൂയ. തോമസ് അക്വിൻപസ് എന്ന പേരുള്ള പ്രശസ്തനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ സാധുവായ ഒരു സന്യാസിയാണ് അദ്ദേഹം. കുഞ്ഞു കുഞ്ഞു നുറുങ്ങുകളാണ് അദ്ദേഹം എഴുതുക. അദ്ദേഹം എഴുതി വെച്ച വളരെ ആഴമുള്ള ഒരു ചിന്ത. അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത്? സ്നേഹിത സഹോദരി, നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നിനക്ക് പോകാം, ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ളത് അന്വേഷിക്കാം. എന്നാൽ കുരിശിന്റെ വഴിയേക്കാൾ ഭേദവും ഭദ്രവുമായ ഒരു വഴി ഈ ആയുസിൽ നീ എവിടെ ചെന്നാലും കണ്ടെത്തുകയില്ല. ഹല്ലേലൂയ. തോമസ് അക്വിൻപസ് പറഞ്ഞ ശക്തമായ വാക്ക്. സ്നേഹിതരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം, ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാം, പക്ഷെ കുരിശിന്റെ വഴിയേക്കാൾ ഭേദവും ഭദ്രവുമായൊരു വഴി നിങ്ങൾ ഒരിടത്തും കണ്ടെത്തുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഭദ്രമായ വഴി കഷ്ടതയുടെ വഴിയാണ്, കുരിശിന്റെ വഴി. ഇത് ഞാൻ കണ്ടെത്തുമെങ്കിൽ ഞാൻ ഭാഗ്യവാൻ, എൻ്റെ ജീവിതം ധന്യമാകും. ഈ കഷ്ടതകളിലൂടെ ഞാൻ കടന്നുപോയാൽ എനിക്കൊരാശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. അച്ഛനിതിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കേട്ട് അനുഭവം കാണും. അച്ഛൻ്റെ ജീവിതത്തിലും വലിയ തീക്കനലിൽ ചവിട്ടി കടന്നു പോകുന്നതാ. ഇവിടെ വന്ന ഒത്തിരി പേരെന്നോട് ചോദിച്ചു, കണ്ടു പരിചയപ്പെട്ടപ്പോൾ, അച്ഛൻ്റെ മക്കൾ, അച്ഛൻ്റെ കുടുംബം, എല്ലാവരോടും ഞാൻ പറഞ്ഞത് എനിക്ക് 3 ആൺമക്കളാണ്. നിങ്ങളോടും അത് തന്നെ പറയാം. ഞങ്ങൾക്ക് ദൈവം തന്നത് 3 ആൺമക്കളാണ്. ഞങ്ങൾ കുടുംബജീവിതത്തിൽ വന്നിട്ട് 25 വർഷം. ഞങ്ങളുടെ മൂത്ത മകന് 24 വയസ്സ് പ്രായമുണ്ട്. രണ്ടാമത്തെ മകനിപ്പോൾ BDSന് പഠിക്കുക. മൂന്നാമത്തെ ആൾ ചെറുതാണ്, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ മൂത്ത മകനിപ്പോൾ താമസിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലല്ല. 12 വർഷം മുമ്പ് അവൻ താമസം മാറി കർത്താവിൻ്റെ സന്നിധിയിൽ പറുദീസയിലേക്ക് പോയി. ദൈവമേ മിടുക്കനായിരുന്നു,
നന്നായിട്ട് പാട്ടുപാടുമായിരുന്നു, ഒന്നാന്തരമായിട്ട് ചിത്രം വരയ്ക്കുമായിരുന്നു. 12-ാമത്തെ വയസ്സിൽ മറ്റുള്ളവരോട് സുവിശേഷം പറയുമായിരുന്നു. ഒരാൾ പുകവലിക്കുന്നത് കണ്ടു നിന്നാൽ ആദ്യം ആളെ നോക്കി ഒന്ന് ചിരിക്കും. തിരിച്ചയാൾ ചിരിച്ചു എങ്കിൽ ആ ചുണ്ടിലെ ബീഡി അവനങ്ങെടുക്കും. ചിരിച്ചില്ലെങ്കിൽ അങ്ങോട്ട് പോകും. എടുത്തിട്ട് അപ്പം തന്നെ പറയും, ചേട്ടാ ഇത് വലിക്കരുത്, ഇത് വിഷമാണ്. അത്രമാത്രം മനുഷ്യരെ സ്നേഹിച്ച കരുതിയ ഒരു കുഞ്ഞ്. യുവമക്കളെ, ഒരു സെപ്റ്റംബർ മാസം 12-ാം തീയതി ഞാനൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ വീട് വിട്ടു പോവുകയാണ്. അന്ന് പകൽ മുഴുവനും അയലത്തെ വീടുകളിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം പൂച്ചെടികൾ, പൂക്കളടക്കം പറിച്ചു കൊണ്ടുവന്ന് അന്ന് താമസിച്ചിരുന്ന വാടക വീടിൻ്റെ മുറ്റം നിറച്ച് കുഴികുത്തി നട്ടപ്പം ഞാൻ ചോദിച്ചു, മോനെ ഇതെന്തിനാടാ ഈ പൂക്കളെല്ലാം പറിച്ചുകൊണ്ട് ഇവിടെ നട്ടുവയ്ക്കുന്നത്? അച്ചാച്ചൻ അറിയില്ലേ, ഇവയ്ക്കൊക്കെ ജീവനുണ്ട്, ഇതൊക്കെ ചിരിക്കുന്നത് കണ്ടില്ലേ, ഈ പൂക്കളൊക്കെ സംസാരിക്കുന്നുണ്ട്. പൂക്കളുടെ ഭാഷ അവന് മനസ്സിലാകുമായിരുന്നു. എനിക്കത് മനസ്സിലായിരുന്നില്ല. ഞാൻ ചോദിച്ചു, മോനെ ആരാൻ്റെ മുറ്റത്താണ് ഇതൊക്കെ നടുന്നത്? അതിനെന്താ, ആരുടെ മുറ്റത്താണെങ്കിലും പൂക്കൾ നല്ലതല്ലേ, നമുക്ക് സ്വന്തമായി വീടുണ്ടാവുമ്പോൾ ഇതങ്ങ് പറിച്ചുകൊണ്ട് പോകണം. അന്ന് ഞാൻ പുറപ്പെടാൻ ഇറങ്ങുമ്പോൾ ഓടി വന്ന് എന്നെ ബ്ലോക്ക് ചെയ്തു. എവിടെ പോണേ? ഇന്ന സ്ഥലത്തേക്കാ. എപ്പോൾ വരും? 10:30 മണിയാവും. എന്തേ? ഇന്നൊരു 9:30 വരണം കേട്ടോ. എന്തടാ? അല്ല 9:30 വരണം. കാര്യം എന്താ? 9:30 വരണം. മോനെ, അച്ഛൻ്റെ കയ്യിൽ വണ്ടിയില്ലല്ലോ, ആരെങ്കിലും സഹായിക്കാതെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. 10:30 മുമ്പ് വരാൻ പറ്റുമെന്ന് തോന്നിയില്ല. 9:30 വരെ അവിടെ മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ വരാൻ പറ്റില്ല, സാധ്യത കുറവാ. എൻ്റെ 2 കവിളിലും അമർത്തി ചുംബിച്ചിട്ടാ എന്നെ വിട്ടത്. 9:55 ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് സുഹൃത്തിൻ്റെ ബൈക്കിൽ നിന്നിറങ്ങി. വാതിൽ തുറന്ന് ഭാര്യയോട് ചോദിച്ചു, അവൻ കൃത്യം 9:30 ഉറങ്ങി. 2 പ്രാവശ്യം ചോറ് വാങ്ങിച്ച് നിറച്ചുകൊണ്ടിട്ടാണ് കിടന്നുറങ്ങിയത്. ഞാൻ പിന്നെ അവന് ശല്യം ചെയ്യാൻ പോയില്ല. ദൈവമക്കളെ, 10:30 മണിക്ക് 2ാമത്തെ കുഞ്ഞും ഉറങ്ങി. അവൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി കിടത്തിയത് എൻ്റെ സഹോദരിയുടെ മകനാണ്. 10:30 മണിക്ക് കുഞ്ഞുങ്ങൾ കട്ടിലിൽ നിന്ന് ഉരുണ്ട് താഴെ വീഴുമോ എന്നറിയില്ലല്ലോ എന്നോർത്ത് എൻ്റെ ഭാര്യ ചെന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞ് കമിഴ്ന്ന് കിടക്കുന്നു, കാൽവെള്ള വിളറി വെളുത്തിരിക്കുന്നു. അവൾ തൊട്ട് നോക്കുമ്പോൾ ഐസ് പോലെ തണുത്തിരിക്കുന്നു. അവൾ അലറി വിളിച്ചു. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പുറത്ത് എൻ്റെ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ആ ശരീരത്തിൽ ജീവനുണ്ടായിരുന്നില്ല. കിടന്നിട്ട് ഏറെ കഴിയും മുമ്പ് ഒരു കാർഡിയാക്ക് അറ്റാക്കിലൂടെ ആ 12-കാരൻ്റെ പ്രാണൻ പറഞ്ഞുപോയി. നിങ്ങൾക്കത്, അച്ഛൻ ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഏത് വികാരത്തിൽ അത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഒരു നിമിഷം ഞാനൊന്ന് പതറി. പക്ഷെ അടുത്ത സെക്കൻഡിൽ എനിക്ക് വിവേകം തിരിച്ചു കിട്ടി. അന്ന് രാത്രി 12:45 മണിക്ക് ഒരു കുഞ്ഞ് വെട്ടിക്കകത്ത് വെള്ളയൂടി പിടിവിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ മൃതദേഹം കൊണ്ടുവന്ന് വെച്ചപ്പോൾ 12 പുരോഹിതന്മാരും 4000-ഓളം പുരുഷാരവും ഞാൻ എന്ത് ചെയ്യുമെന്ന് കാണാൻ അമ്പരപ്പോടെ നോക്കി നിന്നു. കരഞ്ഞില്ല ഞാൻ. കുനിഞ്ഞു ചെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ നെറുകയിൽ ഒരു ചുംബനം കൊടുത്തിട്ട് നിവർന്നു നിന്ന് ഞാൻ പാടിയത് കൊച്ചുകുഞ്ഞുപദേശിയുടെ പാട്ടാ. മകൻ വേർപെട്ട് പോയതിൻ്റെ 3-ാം നാളിൽ ആ ഭക്തൻ പാടിയ പാട്ട്. കർത്താവേ, ഞാൻ നിന്നോട് പരിഭവിക്കില്ല, ഒരു പരാതിയും പറയില്ല. ദുഃഖത്തിൻ്റെ പാനപാത്രം നീ എൻ്റെ കയ്യിലേക്ക് നീട്ടി തന്നാൽ 2 കൈ നീട്ടി അത് വാങ്ങി മൊത്തി കുടിച്ചിട്ട് ഹല്ലേലൂയ പാടും. ഞാൻ നിന്നോട് പരിഭവിക്കില്ല. കഷ്ടവും നഷ്ടവും എൻ്റെ ജീവിതത്തിൽ ഏറി വന്നാൽ ഞാൻ ഭാഗ്യവാനാണെന്നെണ്ണും. എന്തുകൊണ്ടെന്നാൽ കാൽവരിയിൽ എനിക്ക് വേണ്ടി കഷ്ടമേറ്റ എൻ്റെ പൊന്നു തമ്പുരാനെ, ഞാൻ നിന്നോട് പങ്കാളിയായി തീരുകയാണല്ലോ. ദൈവമക്കളെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അന്ന് രാത്രി 12 മണി മുതൽ പിറ്റേന്ന് വൈകിട്ട് 5 മണിക്ക് ആ കുഞ്ഞിൻ്റെ മൃതദേഹം കല്ലറയിൽ ഇറക്കുന്ന സമയം വരെ 111 പ്രത്യാശാകാരങ്ങൾ ഏറ്റവും ഉച്ചത്തിൽ നിരന്തരം പാടിക്കൊണ്ടിരിക്കാൻ കർത്താവ് അച്ഛന് ഭാഗ്യം തന്നു. സ്വന്തം കുഞ്ഞിൻ്റെ വേർപാടിൽ മനം തകർന്നു പോയ ഈ അച്ഛനെ ഏത് വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന പുരോഹിതന്മാരെയും വലിയ പുരുഷാരത്തെയും സുവിശേഷകരെയും കണ്ടപ്പോൾ സ്വന്തം മകൻ്റെ പെട്ടിക്കടുത്ത് എഴുന്നേറ്റ് നിന്ന് 3 പ്രാവശ്യമായി 1.5 മണിക്കൂർ നേരം സ്വന്തം കുഞ്ഞിനു വേണ്ടി ചരമപ്രസംഗം പറഞ്ഞ അപ്പനാണ് നിൽക്കുന്നത്. ഞാൻ കാറ്റിനെ പിടിക്കാൻ ഓടുന്ന ഒരാളല്ല. എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. ദുഃഖം, സങ്കടം, കഷ്ടത, കണ്ണുനീർ ഒരു ദൈവപൈതലിനെ സ്ഫുടം ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയില്ല, അതിനു മുമ്പും അച്ഛൻ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരാളാണ്. പക്ഷെ ശേഷം ദൈവവചനം പ്രസംഗിക്കാൻ നിന്നപ്പോൾ 1000 മടങ്ങ് ശക്തി ഉണ്ടായിരുന്നതിന്
എനിക്കതിനൊരു അവകാശം പറയാനുണ്ട്. എൻ്റെ സ്വന്തം പേരിൽ എനിക്കൊരു മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ മകൻ കണ്ടിട്ടില്ലാത്ത നാടാണ് ന്യൂസിലൻഡ്. പക്ഷേ ന്യൂസിലൻഡിലെ ഹാമിൽട്ടണിലെ പള്ളിയകത്ത് ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്ന നിമിഷം എൻ്റെ മകൻ പറുദീസായിൽ എഴുന്നേറ്റ് നിന്നു കർത്താവിൻ്റെ തിരുമുമ്പിൽ. തമ്പുരാൻ ചോദിച്ചു, മോനെ നീ എന്തിനാ എഴുന്നേറ്റ് നിന്നത്? കർത്താവേ, എൻ്റെ അച്ചാച്ചൻ ന്യൂസിലൻഡിൽ പ്രസംഗിക്കാൻ നിൽക്കുന്നത് നീ കണ്ടില്ലേ? ബലപ്പെടുത്തിക്കൊള്ളണമേ. അവനിപ്പോഴും അവിടെ നിൽക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. ആ ബലമാണ് നിങ്ങളിലേക്ക് പകരപ്പെടുന്നതെങ്കിൽ ഞാനൊരു ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. കഷ്ടവും നഷ്ടവും സങ്കടവും ദുഃഖവും വേദനയും ജീവിതത്തിലേറിയേറി വരുമ്പോൾ നെടുവീർപ്പിട്ട് നിരാശപ്പെട്ടു പോകരുത്. അതിനെയെല്ലാം കർത്താവിൻ്റെ പദ്ധതിയായി ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ കഴിയണം. ഹല്ലേലൂയ. ഇവിടെ ലഭിക്കാതെ പോയതും ഇവിടെ നിഷേധിക്കപ്പെട്ടതും സ്വയം വേണ്ടെന്ന് വെച്ചതുമായ സകല സന്തോഷവും അളവില്ലാതെ ലഭിക്കുന്ന ഒരിടമുണ്ട്. ആമേൻ. കർത്താവിൻ്റെ തിരുസന്നിധി. അവൻ തരും. വാക്ക് പറഞ്ഞാൽ മാറില്ല. 30-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങൾ കേൾക്കുക. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസിലോ ആനന്ദഘോഷം വരും. ഇത് സന്ധ്യാകാലമാണ്. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നത്ര കാലം ഇത് സന്ധ്യാകാലമാണ്. കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ് ഉദിക്കാൻ പോകുന്നു, നീതിസൂര്യനായ കർത്താവ് വരാൻ പോകുന്നു. ഹല്ലേലൂയ. ആനന്ദഘോഷം വരും കർത്താവ് വരുമ്പോ. ആമേൻ. വീണ്ടും പ്രിയപ്പെട്ടവരെ, 30-ാം സങ്കീർത്തനം 11-ാം വാക്യം. ദൈവമേ, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തിരിക്കുന്നു. നീ എൻ്റെ രട്ട് അഴിച്ച് എന്നെ സന്തോഷമുടിപ്പിച്ചിരിക്കുന്നു. രട്ട് എന്ന് വെച്ചാൽ ചാക്ക്. നീ എൻ്റെ ചാക്ക് അഴിച്ച് എന്നെ സന്തോഷമുടിപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ ദുഃഖം നാളത്തെ ആശ്വാസത്തിനു വേണ്ടി ഒരുങ്ങുന്ന സമയമത്രേ. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് രാത്രി ഇവിടെ ദുഃഖത്തിലോ വിലാപത്തിലോ കഷ്ടത്തിലോ കണ്ണുനീരിലോ രോഗപീഠകളിലോ വരയുന്ന ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിരാശപ്പെടല്ലേ. നിരാശപ്പെടല്ലേ. നമുക്കൊരു ദൈവമുണ്ട്. ഇതെല്ലാം കാണുന്ന, കണക്കെഴുതി വയ്ക്കുന്ന, നിത്യമായ ആശ്വാസത്തിന് നമ്മെ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്. ഇപ്പോൾ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആമേൻ. അവർക്ക് ആശ്വാസം ലഭിക്കും. കർത്താവ് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ. എൻ്റെ തമ്പുരാൻ എന്നോട് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനെന്തിനാ തളരുന്നത്? ഞാനെന്തിനാ നിരാശപ്പെടുന്നത്? ജീവിതത്തിലെ കഷ്ടവും ക്ലേശവുമൊക്കെ ഭാഗ്യമാണെന്ന് എണ്ണാൻ എനിക്ക് കഴിയണം. ഞാൻ കുഞ്ഞു കുഞ്ഞു നൊമ്പരങ്ങളെ വെറുപ്പോടെ കാണുകയും നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളെ ദൈവത്തെ കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കുകയും ഈ നൊമ്പരങ്ങൾ എന്നിൽ നിന്ന് മാറുന്നില്ലല്ലോ എന്നോർത്ത് പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്തുകയും എന്നെ ഏറെ ബഹുമാനിച്ചാദരിക്കുന്നവരെ വല്ലാതെ സംഘർഷത്തിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാനൊരു ദൈവവൈതലല്ല എന്ന് ഞാൻ പറയാതെ പറയുകയാണ്. കഷ്ടവും ദുഃഖവും സങ്കടവും വേദനയും ഒക്കെ എൻ്റെ ജീവിതത്തിലേറുമ്പോൾ ഞാൻ പറയണം, ഇതെനിക്ക് ഭാഗ്യമാണ്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് കർത്തൃസന്നിധിയിൽ ആശ്വാസം കിട്ടും. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ എനിക്ക് കർത്തൃസന്നിധിയിൽ ആശ്വാസം കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ആശ്വാസം കിട്ടും. സ്തോത്രം. അഷ്ടഭാഗ്യങ്ങളിൽ 3-ാമത്തേത് ദൈവമക്കളെ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്കെന്ത് കിട്ടും? ഇങ്ങനെ മനസ്സിലാക്കണം, അവർ ദീർഘായുസ്സോടെ ഇരുന്ന് ഈ ഭൂമിയെ കൈവശപ്പെടുത്തി
അതനുഭവിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദീർഘായുസ്സോടെ ഇരുന്ന് ഭൂമിയെ കൈവശപ്പെടുത്തി അത് അനുഭവിക്കും. മിണ്ടലൊക്കെ നിർത്തിയില്ലോ നിങ്ങൾ, മടുത്തില്ല എന്ന് പറയുകയും ചെയ്തു. അത് അനുഭവിക്കും. ആരാണ് ദീർഘായുസ്സോടെ ഇരുന്ന് ഈ ഭൂമിയെ കൈവശപ്പെടുത്തി അത് അനുഭവിക്കുക? ഉത്തരം പറഞ്ഞോ. സൗമ്യത അഥവാ വിനയം കയ്യിലുള്ളവർ. നമ്മൾ ഈ ഒന്നാമത് പറഞ്ഞ ഭാഗ്യവാനെ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഉണ്ടോ? അതിൻ്റെ ബാക്കിയേത് കേട്ടോണമേ. യേശുക്രിസ്തു ഈ ഭാഗ്യവാനെ സങ്കീർത്തനത്തിൽ നിന്ന് കടമെടുത്തതാ. 37-ാം സങ്കീർത്തനം 11-ാം വാക്യം ഇങ്ങനെയാണ്: സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. ഇവിടെ പറഞ്ഞത് ശ്രദ്ധിക്കണം. ശാന്തശീലരായിരിക്കുക, സൗമ്യതയുള്ളവരായിരിക്കുക. എന്താ പറഞ്ഞേ? ശാന്തശീലരായിരിക്കുക, സൗമ്യതയുള്ളവരായിരിക്കുക, പ്രക്ഷുബ്ധതയില്ലാതിരിക്കുക. അങ്ങനെ ഇരുന്നാൽ, അങ്ങനെയുള്ളവരെ കുറിച്ച് നമുക്ക് മൊത്തത്തിലൊരു ധാരണയുണ്ട്, അതൊരു ബലഹീനതയാണെന്ന്. സൗമ്യത, ശാന്തത എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു ബലഹീനതയാണെന്നാണ് നമ്മുടെയൊക്കെ ധാരണ. അങ്ങനെ എന്തു പറഞ്ഞാലും പ്രതികരിക്കാത്ത ഏറ്റവും ശാന്തരായിരിക്കുന്ന ആളുകളെ നോക്കി നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, വെറും പൂച്ച, ഒരു പാവം. അപ്പോ ശാന്തത അല്ലെങ്കിൽ സൗമ്യത ഒരു ബലഹീനതയാണെന്നാണ് മൊത്തത്തിൽ നമ്മുടെ ധാരണ. സംഭവം നേരെ തിരിച്ചാ. ശാന്തരായിരിക്കുക, സൗമ്യരായിരിക്കുക എന്ന് വച്ചാൽ അവരാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബലമുള്ളവർ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളുകൾ അവരാണ്. ശാന്തശീലം ഒരിക്കലും ഒരു ബലഹീനതയല്ല, മറിച്ച് ബലവാനായ ദൈവത്തിൻ്റെ മുമ്പിലുള്ള സ്വന്തം നിസാരത ബോധ്യപ്പെട്ടിട്ടുള്ള ദൈവസന്നിധിയിലുള്ള നിൽപ്പാണത്. ഹല്ലേലൂയ. ഒരു ബലഹീനതയല്ല ശാന്തത, മറിച്ചൊരു ബലമാണ്. ഇനി അച്ഛൻ പറയാം. ഒരു ഭാര്യയും ഭർത്താവ് ഭയങ്കര ദേഷ്യക്കാരനും വഴക്കളിയും എടുത്തിയാട്ടക്കാരനും പൊട്ടിത്തെറിക്കുന്നവനും കണ്ടതിനും തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ ബഹളം വയ്ക്കുന്ന ഒരാൾ. എന്തോരം ബഹളം ഇയാൾ ഉണ്ടാക്കിയാലും ഭാര്യ സൗമ്യത കൊണ്ട് അതിനെ നേരിടും. ഇതൊന്നും എന്നോടല്ല, ഞാനൊന്നും കേട്ടിട്ടില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഒരക്ഷരം മറുപടി പറയില്ല, അപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. നീ എന്നടി ചിരിക്കണേ ചോദിക്കുമ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, കവളത്തൊരടി കൊടുക്കുമ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ഇനി ഒരു സത്യം പറയട്ടെ, ഈ പറഞ്ഞ ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്, കുറേ നേരമായി വന്നിട്ട്, പക്ഷെ ഭാര്യ ഇവിടെ വന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരുത്തി ന്യൂസിലൻഡിൽ താമസമില്ലാത്തോണ്ട. ഒന്നും മനസ്സിലായില്ല? നന്നായി. ക്ഷിപ്രകോപിയും പൊട്ടിത്തെറിക്കുന്നവനും ബഹളക്കാരനുമാണ് ഭർത്താവ്. ഭാര്യ പറയും, ഇതൊന്നും എന്നോടല്ല, ഞാനൊന്നും കേട്ടിട്ടില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. അവൾ ചിരിച്ചുകൊണ്ടിരിക്കും. സൗമ്യത കൊണ്ട് ചരിത്രം എഴുതുന്ന പെണ്ണ് അവിടെ വന്നിട്ടില്ല. അങ്ങനെ കുറേ നേരം ബഹളമുണ്ടാക്കി, ഭർത്താവ് പൊട്ടിത്തെറിച്ച് അതിൻ്റെ അങ്ങേയറ്റത്തെത്തി. ഇയാള് ചീറി ബഹളം വെച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, കയ്യിൽ കിട്ടിയ സാധനം എല്ലാം തല്ലി പൊട്ടിച്ചിട്ട് അയാൾ അപ്പുറം പോയിരിക്കുക. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ഡബിൾ സ്ട്രോങ് കട്ടൻ കാപ്പി ഇട്ടിട്ട്, ഡബിൾ സ്ട്രോങ് പഞ്ചസാര ഇട്ടിട്ട് അയാളുടെ അടുത്ത് നിന്നിട്ട്, ചായോ ഇതങ്ങോട്ട് കുടിച്ചേ. നീ അങ്ങ് കൊണ്ടുപോട്ടോ, എനിക്ക് വേണ്ട. ഈ ചായോ ഇതങ്ങോട്ട് കുടിച്ചേ. ചായോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എന്നാ പറയാൻ പോണേ? ഇത് കുടിച്ചായോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ താടി ഇത് കുടിക്കുന്നേ, ഒരു സിപ്പെങ്കിലും കുടിക്കേ, എന്നിട്ട് ഞാൻ പറയാം. അയാൾ സൂക്ഷിച്ചു നോക്കി. ആ നോട്ടം തന്നെ കുഴി കുത്തുന്ന നോട്ടമായിരുന്നു. ഒരു സിപ്പ് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ അപ്പുറത്തുനിന്നൊരു സാധനം എടുത്ത് ഇയാളുടെ കയ്യിലോട്ട് കൊടുത്തു. ദാ ഇതെന്നതാടി? നമ്മുടെ വീടിൻ്റെ പറമ്പിൻ്റെ ആധാരം. ഇത് പണയത്തിലായിരുന്നല്ലോ, നിനക്ക് എങ്ങനെ കിട്ടിയേ? ഞാനെടുത്തു. എവിടെ നിന്ന്?
4 ലക്ഷം രൂപയ്ക്കല്ലേ പണയം വെച്ചായിരുന്നേ, ബ്ലേഡ് കമ്പനിക്കാരന്. അവരിന്നൊരു 11 മണിക്ക് വന്നപ്പോൾ കാശങ്ങോട്ട് കൊടുത്തേച്ച് ആധാരം കൊണ്ട് പിടിച്ചു. നിൻ്റെ കയ്യിൽ എവിടുന്ന കാശുണ്ടായേ? ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയപ്പോൾ അപ്പൻ തന്നു വിട്ടതാ. സത്യം പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അപ്പൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു പിഴിഞ്ഞ് മേടിച്ചോണ്ടുവന്നാ. അപ്പൻ തന്നു വിട്ടതാ. എന്നിട്ട് നീ എന്താ എന്നോട് പറഞ്ഞില്ല? അല്ല, പറഞ്ഞാ വീടിൻ്റെ ആധാരം കിട്ടൂലെന്ന് എനിക്ക് തോന്നി. അത് മേടിച്ചുകൊണ്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പോവില്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് സൂക്ഷിക്കണം. ഈ സ്ത്രീ തിരിച്ചു പോകുമ്പോൾ ഈ മനുഷ്യൻ ആ കസേരയിലിരുന്ന് അയാളോട് തന്നെ ചോദിച്ചു, എൻ്റെ ഭാര്യ എന്തൊരു പാവം, എന്തൊരു നല്ലവൻ, എന്തൊരു നല്ല പെണ്ണ്, എന്തൊരു വിശുദ്ധ സ്ത്രീ. ഞാൻ ഈ ചീത്തയും തെറിയും മാത്രം വാപൊളിച്ച പറയുകയും കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് വെക്കുകയും ചെയ്തിട്ടും അപ്പൻ്റെ മുമ്പിൽ പോയി മുട്ടയിൽ നിന്ന് കരഞ്ഞ് ഈ കാശ് മേടിച്ചുകൊണ്ട് എൻ്റെ കിടപ്പാടത്തിൻ്റെ ആധാരം തിരിച്ചു മേടിച്ച് എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച എവള് എൻ്റെ ജീവിതത്തിൻ്റെ പുണ്യമാ. പതുക്കെ എഴുന്നേറ്റ് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ കരിക്കരിഞ്ഞുകൊണ്ടിരിക്കുക ഭാര്യ. പൊന്നുമോളെ, എന്നെ ചായ, നീ എന്നോട് ക്ഷമിക്കടി. എന്നതിനാ? അല്ല, ഞാൻ എന്തോരം ചീത്തയാ നിന്നെ വിളിക്കുന്നത്, എന്നിട്ട് നീ എന്നോട് ഒരു മറുവാക്കൊന്ന് പറഞ്ഞെങ്കിൽ. എനിക്കതിൽ പരിഭവവും സങ്കടമൊന്നുമില്ല ചായ, ഇച്ചായൻ്റെ സ്വഭാവം ഇതല്ലേ, എനിക്കറിയാലോ മോളെ. എന്നാലും ഇല്ല, ഈ ഒരു വിളി മതിയാ ചായ, ഞാൻ തൃപ്തയായി. ഇപ്പോ ഈ 2 പേരിൽ ആരാ ജയിച്ചത്? ഭാര്യയാണോ ഭർത്താവാണോ? ആരാ ജയിച്ചേ? ഭാര്യ. കോപിഷ്ഠനായ ഭർത്താവ് തോറ്റു, പൊട്ടിത്തെറിക്കുന്ന ഭർത്താവ് തോറ്റു, വഴക്കാളിയായ ഭർത്താവ് തോറ്റു. ശാന്തശീലമുള്ള ഭാര്യ ശാന്തത കൊണ്ടൊരു ചരിത്രം എഴുതി. ഒരിക്കൽ കൂടെ പറയട്ടെ, നിർഭാഗ്യാവശാൽ അങ്ങനെ ഒരു ഭാര്യയും ഇവിടെ വന്നിട്ടില്ല. ഉള്ളത് പറയാതെ നമുക്ക് പോകാൻ പറ്റുമോ? ആമേൻ. അപ്പോ നിങ്ങൾ പറ, സൗമ്യതയാണോ അഹങ്കാരമാണോ ബലം? സൗമ്യതയാണ്. ഈ പരമാർത്ഥം ബോധ്യപ്പെട്ടാൽ ബലമുള്ളവരാകാൻ ശ്രമിക്കണം. വീണ്ടും ഇത് നേരെ തിരിച്ചായാലോ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു ഭാര്യ, എന്ത് കേട്ടാലും ഇത് എന്നോടല്ല, ഞാനൊന്നും കേട്ടിട്ടില്ല, എനിക്കൊന്നും അറിയാൻ മേല എന്ന് സ്വയം പറയുന്ന ഒരു ഭർത്താവ്. ഈ സ്ത്രീ അങ്ങോട്ട് വർത്തമാനം പറഞ്ഞ് മൂപ്പിക്കും, നിങ്ങളെ എന്നാത്തിന് കൊള്ളാൻ മനുഷ്യ ആണാന്ന് പറഞ്ഞ് നടക്കുന്നു ഒരുത്തൻ, യാതൊരു ബോധവുമില്ല, വിവരവുമില്ല, ഒരു കാര്യവും നേരെ ചൊവ്വേ ചെയ്യാനറിയില്ല, ഇങ്ങനെ തോന്നിയവാസം ജീവിക്കുന്ന ഒരു ഈ മനുഷ്യ, ഇതിൻ്റെ ഭാര്യയായിട്ട് എനിക്ക് വരേണ്ടി വന്നല്ലോ കർത്താവേ, നിനക്ക് എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടോ ഇടാൻ മേല, ഈ നാശം, ഈ ശാപം, ഇത് മാത്രമേ വാ വിളിച്ചാൽ പറയത്തുള്ളൂ. ഇവിടെ ഒന്ന് ഇരിപ്പുണ്ട് സാധനം. ഇത് മുഴുവൻ കേട്ടാലും ഒരക്ഷരം മറുത്ത് പറയില്ല ഈ കക്ഷി. ഇനി ആ സത്യം കൂടെ പറയാം, കക്ഷി വന്നിട്ടില്ല. മനഃപൂർവ്വം വരാത്തോണ്ടല്ല, ഇനി അങ്ങനെ ഒരാളിവിടെ ഇല്ല. ആമേൻ. പ്രിയപ്പെട്ടവരെ, ചില സ്ത്രീകളങ്ങ് ക്ഷോഭിച്ചതിൻ്റെ ക്ലൈമാക്സ് എത്തി കഴിയുമ്പോൾ സ്വന്തം ഭർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കും, നിങ്ങളൊരു പുരുഷനാണോ മനുഷ്യ? അതിൻ്റെ കുഴപ്പം എവിടെയാണെന്ന് അവൾക്ക് അപ്പോഴും അറിയില്ല. 3 പിള്ളേരെ പ്രസവിച്ച് വരുത്തിയ സ്വന്തം കെട്ടിയോട് ചോദിക്കും, നിങ്ങളൊരു ആണാണോ മനുഷ്യ? അപ്പോൾ പിന്നെ ഈ പിള്ളേരുടെ തന്തയാരാന്ന് അവൾ പറയണ്ടേ? എല്ലാവർക്കും ഒന്നും മനസ്സിലാവാത്ത എൻ്റെ ഭാഗ്യം കേട്ടോ. ആമേൻ. ഈ ക്ഷോഭം മുഴുവൻ അവൾ വെച്ച് കഴിഞ്ഞിട്ട് ഒരിടത്ത് പോയി അങ്ങോട്ട് അലറി കൂവി കട്ടിലേ കയറി കിടന്നു കഴിയുമ്പോൾ ചൂടൊക്കെ ഒന്ന് തണുത്തും തോന്നുമ്പോൾ ഭർത്താവ് സാവധാനം ചെല്ലുക, എടി പെണ്ണെ, എന്നതാ? എടി, നിന്റെ ആങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണമല്ലേ അടുത്ത ആഴ്ച? ഊവാലോ. വല്ലതും കൊടുക്കണ്ടേ? മിണ്ടുന്നില്ല. വല്ലതും കൊടുക്കണ്ടേടി? വേണം. അതെ, നിനക്ക് ഈ വക കൂട്ടമൊന്നും ആലോചിക്കാൻ നേരമില്ലെന്ന് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങാടിക്ക് പോയപ്പോൾ ഒരു കൂട്ടം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് മതിയോ എന്നൊന്ന് നോക്കി. തട്ടിപ്പടഞ്ഞെഴുന്നേറ്റൊരു വരവുണ്ട്. ഇതാ വരുന്നൊരു വള. ഒരെണ്ണം കയ്യിലേക്ക് കൊടുത്തു. എടി, ഒരു 2-2.5 പവനുണ്ടാവും. കൊള്ളാവോന്ന് നോക്കി. ഈ ചീത്ത മാത്രം ഈ മനുഷ്യനെ വാ തുറക്കുമ്പോൾ ആണല്ല എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഭർത്താവ് ഭാര്യയുടെ ആങ്ങളുടെ കൊച്ചിന് സമ്മാനം കൊടുക്കാൻ 2.5 പവൻ്റെ ഒരു വളയം വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുക. നീ അത് സൂക്ഷിച്ചു വെച്ചോട്ടോ എന്ന് പറഞ്ഞ് ഇയാൾ അപ്പുറത്ത് ചെന്നിരിക്കുമ്പോൾ ഈ ഭാര്യ
ആദ്യം പറഞ്ഞ പോലെ ഡബിൾ സ്ട്രോങ് കട്ടൻ കാപ്പിയായിട്ട് ചെല്ലില്ലേ? ചെല്ലോ? മിണ്ടുന്നില്ല. ചായൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ക്ഷിപ്രകോപ ചായ പിടിച്ചിട്ട് കിട്ടുന്നില്ല. അതിനിപ്പോൾ ഞാൻ വല്ലതും പറഞ്ഞോ? അയാളിവിടെ ഇല്ലട്ടോ. ഞാൻ വല്ലതും പറഞ്ഞോടി? ഇത് നിന്റെ ശീല, നിന്റെ സ്വഭാവം. നിനക്ക് ആരോടെങ്കിലും നാല് ചീത്ത പറയാതെ കിടന്ന ഉറക്കം വരില്ല. അത് പിന്നെ എന്നോടായ പിന്നെ നാട്ടുകാരുടെ നെല്ലുകളുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല, നീ പൊയ്ക്കോ. ഇപ്പോഴാരാ ജയിച്ചേ? ഇനി ഇതിനകത്ത് സത്യം പറ, ഇതിനകത്ത് ആർക്കാ ബലം? വിനയമുള്ളവർക്കാണോ വഴക്കാളികൾക്കാണോ? വഴക്കാളി വഴക്കുണ്ടാക്കുന്നത് അഹങ്കാരം കൊണ്ടാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? വിനയപ്പെടുന്നവർ വിനയപ്പെടുന്നത് അഹങ്കാരം ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരാളുടെ ബലം എന്ന് പറയുന്നത് സ്വയത്തെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പവർ സ്വയം നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ വരച്ച വരയിൽ നിർത്തുന്നത് ഒരു ബലമല്ല. വീട്ടിലുള്ള സകല ആളുകളെയും വിരൽത്തുമ്പിൽ നിർത്തുന്നത് ഒരു ബലമല്ല. ആരെയും വിരൽത്തുമ്പിൽ അട്ടഹസിച്ച് നിർത്തുന്നത് ഒരു ബലമല്ല. സ്വയത്തെ, എന്നെ നിയന്ത്രിക്കാൻ കഴിയുമ്പോഴാണ് ഞാൻ ബലവാനാകുന്നത്. ഇത് മാത്രമേ നമുക്കിതുവരെ കഴിയാതെ ഇരുന്നിട്ടുള്ളൂ അല്ലേ? ഭാര്യനെ വരച്ച വരെ നിർത്താൻ ഭർത്താവിനറിയാം, ഭർത്താവിനെ വരച്ച വരെ നിർത്താൻ ഭാര്യയ്ക്കറിയാം, മക്കളെയും മാതാപിതാക്കളെയും വരച്ച വരെ നിർത്താൻ നമുക്കറിയാം, നാട്ടുകാരെയും വീട്ടുകാരെയും വരച്ച വരെ നിർത്താൻ നമുക്കറിയാം. സ്വയത്തെ, അത് ഞാൻ കാണാൻ പാടില്ല. മേലിൽ ഞാനത് കാണില്ല. ഇത് വരച്ച വരെയാണെങ്കിൽ ഞാൻ എന്നെ അനുസരിക്കണം. കഴിഞ്ഞിട്ടില്ല. ഇത് ഞാൻ ചെയ്യാൻ പാടില്ല, ഇത് ഞാൻ കുടിക്കാൻ പാടില്ല, ഇത് ഞാൻ എടുക്കാൻ പാടില്ല, ഈ വർത്തമാനം ഞാൻ പറയാൻ പാടില്ല, ഞാൻ ക്ഷോഭിക്കാൻ പാടില്ല, ഞാൻ വഴക്കുണ്ടാക്കാൻ പാടില്ല, ഞാൻ എന്നെ നിയന്ത്രിക്കണം. രാത്രി ഇവിടെ വന്നത് എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറണം. വലിയ നന്മ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കണം. പ്രാണപ്രിയ താഴ്ത്തി പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു, അവിടുന്ന് മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ.